നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന സനാതന ധർമാമൃതം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടും അതേപോലെ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള മറ്റു സുഹൃത്തുക്കളെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറും അതേപോലെ തന്നെ ചെന്നൈ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്ററുമായ ശ്രീമതി സജന രാജേഷിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. അജ്ഞാനാന്തർഗഹനപതിത ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാഭവതവ ശിഖാ താപപാപച്യമാനാ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനെ ശങ്കരാചാര്യ രൂപ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രുതി പുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോക ശങ്കരം ശങ്കരം ലോക ശങ്കരം. ജയശങ്കര. വളരെ സന്തോഷം സജനാജി. നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടിനെയും അതേപോലെ മറ്റുള്ള സുഹൃത്തുക്കളെയും ഔപചാരികമായി സ്വാഗതം ചെയ്യുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറും കോട്ടയം ജില്ലാ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററുമായ ശ്രീ രാജീവൻ ഇയെ ഞാൻ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. നമസ്കാരം. ഞാനും ഈ പറഞ്ഞ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പം ഒന്ന് കയറണത്. ഇപ്പോഴും തിരക്ക് മാറിയിട്ടില്ല. എങ്കിലും ഈ സനാതന ധർമാമൃതം, ആ അമൃത യാത്രയുടെ 11ാം ഭാഗത്തിൽ കുറച്ച് സമയമെങ്കിലും പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടും അതിൻ്റെ ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കിക്കൊണ്ടും ഞാനിന്നും പങ്കെടുക്കുകയാണ്. ഞാനിപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന മേഖല, എൻ്റെ പഠനം, അത് 3ാമത്തെ സെമസ്റ്റർ, ഇപ്പൊ 4ാമത്തെ സെമസ്റ്ററിലേക്ക് കടന്നപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ജോലിഭാരമായി. നമുക്കൊരു നിന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥയായി. ഇനി അങ്ങോട്ടത് കൂടുകയുള്ളൂ. അപ്പൊ അതൊന്ന് വട്ടം എത്തിക്കാനുള്ളൊരു തത്രപ്പാടിൽ ഞാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും കയറാൻ പറ്റാത്തത്. എന്തായാലും ഇന്ന് പ്രോഗ്രാം കണ്ടപ്പോഴത്തേക്കും ഒരു ഔപചാരികമായി സ്വാഗതം ചെയ്യാനായിട്ടുള്ള ചുമതല എനിക്ക് എൻ്റെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നാന്ന് കയറാം, കുറച്ച് പേരെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് സനാതന എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. നമസ്കാരം. അപ്പൊ ഇന്ന് സനാതന ധർമാമൃതം, ആ ഒരു അമൃത യാത്രയുടെ 11ാം ഭാഗമാണ്. അപ്പൊ ഇതില് ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെയൊക്കെ വളരെ ജാഗ്രതയോടുകൂടി നിരീക്ഷിച്ച് ശ്രദ്ധിച്ച് അതിൻ്റെ മുന്നോട്ട് നയിക്കുന്ന മെമ്പർമാര്, എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്ത് സജീവമായിട്ട് സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുന്ന അംഗങ്ങൾ,
ഇവരെയൊക്കെ സ്വാഗതം ചെയ്യാന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്നറിയില്ല. ഒരു ഒരു എന്താ പറയുക, അതിസാഹസമാകുമോ എന്നുള്ളതൊരു സംശയമുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഇന്നത്തെ വിശിഷ്ടാതിഥി നമ്മുടെ പോസ്റ്ററിൽ കണ്ടതുപോലെ തന്നെ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട് ഒരു സൈക്കോളജിസ്റ്റാണ്, കൗൺസിലറാണ്, മികച്ച വാഗ്മിയാണ്, ആത്മീയ പ്രഭാഷകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്ചാതുരി, അദ്ദേഹത്തിന്റെ ആ ജ്ഞാനം, അദ്ദേഹത്തിന്റെ അറിവ്, അത് പങ്കിടുക, നമ്മളും അതിൽ പങ്കാളികളാണ്. അത് ശ്രമിക്കാനും അതിന്റെ വശങ്ങൾ നമുക്ക് പ്രചരിപ്പിക്കാനും അതിന്റെ തത്വം നമ്മൾ മനസ്സിലാക്കാനും അതിന്റെ സാരാംശം, അതിന്റെ സത്ത് മനസ്സിലാക്കി അത് പ്രചരിപ്പിക്കാനും നമ്മുടെ അംഗങ്ങളെ അറിയിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതെന്തായാലും ഒരു വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് അവതരിപ്പിക്കാനായിട്ട് വേറൊരു റോളും കൂടെ വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പൊ ഈ ഇത്രയും മികച്ച ഒരു വാഗ്മി, ഇത്രയും മികച്ച ഒരു പ്രഭാഷകനെ ഇന്ന് നമുക്ക് കിട്ടിയത് അത് വളരെ സൗഭാഗ്യമാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ തന്നെ ഒരു ഭാഗ്യമായിട്ട്, ഒരു പുണ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ വളരെ ഈ ഔപചാരികതയുടെ പേരിൽ വളരെ സ്നേഹത്തോടെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ആസിഫിന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പറയുന്നത്, തുടർന്നും നമുക്ക് ഇതുപോലെയുള്ള അവസരങ്ങളിൽ പങ്കെടുക്കുകയും ആ ഒരു ജ്ഞാനം നിങ്ങളിലേക്ക് പകർത്താനുള്ള ഒരു സൗഭാഗ്യവും സാഹചര്യവും വരികയാണെങ്കിൽ അത് ഉപേക്ഷിക്കരുത് എന്നുള്ളൊരു അപേക്ഷയും കൂടിയുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആസിഫിന്റെ അംഗങ്ങളാണ് എല്ലാവരും. അതെ, വളരെ വളരെ സശ്രദ്ധം, വളരെ ജാഗ്രതയോടുകൂടി ഈ പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്, ഇതിനെ നയിക്കുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ അവരില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രവർത്തനങ്ങളൊന്നും നടക്കാനും സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഈ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മജ്ജയും മാംസവും അതിനെ നയിക്കുന്നവരുമായ ആ ബഹുമാനപ്പെട്ട എല്ലാ അംഗങ്ങളെയും ഈ ഒരു സനാതന ധർമാമൃതം എന്ന് പറയുന്ന ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിന്റെ പേരിൽ വളരെ സ്നേഹത്തോടെ, വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. എന്നെ പോകാൻ അനുവദിക്കണമെന്നും അപേക്ഷിക്കുകയാണ്. വളരെ സന്തോഷം രാജീവേട്ട, അങ്ങയുടെ വാക്കുകൾക്ക്. സനാതനധർമ്മം എന്നത് വെറുമൊരു ദാർശനിക ആശയമല്ല, മറിച്ച് വ്യക്തികളെ സ്വയം മനസ്സിലാക്കാനും ലോകത്തെ മനസ്സിലാക്കാനും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജീവിത രീതിയാണ്. വ്യക്തികളെ ആത്മീയ വളർച്ചയും വിമോചനവും കൈവരിക്കാൻ സഹായിക്കുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കാരുണ്യം, സ്വയം അച്ചടക്കം, ഭക്തി തുടങ്ങിയ മൂല്യങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. സനാതനധർമ്മം ഒരു ആശയമെന്ന നിലയിൽ സത്യത്തിലേക്ക് നയിക്കുന്ന എല്ലാ പാതകളെയും ബഹുമാനിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായി വളരെയധികം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത്. അതിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദീകരിക്കുവാനും ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനും വേണ്ടി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള ശ്രീ സുരേഷ് പാഴൂരേട്ടനെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. സുരേഷ് ഏട്ടൻ്റെ മൈക്കും മ്യൂട്ടുമായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇന്നത്തെ ഈ സായാഹ്നത്തിൽ ഈ സനാതന ധർമാമൃതം എന്ന പരിപാടിയിൽ കൂടി ഞങ്ങളോടൊപ്പം പങ്കെടുക്കാനെത്തിയിട്ടുള്ള സംഭവിച്ച ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടിനെ ഞാൻ ആദരപൂർവ്വം വണങ്ങുന്നു. കഴിഞ്ഞ 4 വർഷം ഓരോരോ പരിപാടികളുമായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സനാതന ധർമ്മത്തെ ഓരോരുത്തരിലും എത്തിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി ആദിശങ്കരന്റെ പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആണ് ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിരിക്കുന്നത്. പല രീതിയിലും ഓൺലൈനായിട്ടും
ഓഫ്ലൈനായിട്ടും ഒക്കെ സത്സംഗങ്ങളും അതുപോലെ തന്നെ ആത്മീയ യാത്രകളും പ്രഭാഷണ പരമ്പരകളുമെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ മുഖങ്ങള് ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും എത്താറുണ്ട്. 2020 മുതൽ ഓരോ വർഷവും ശ്രീശങ്കര സ്മൃതി എന്ന രീതിയിൽ ഞങ്ങൾ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അതില് ഒട്ടേറെ വിശിഷ്ട വ്യക്തിത്വങ്ങളും പങ്കെടുക്കാറുണ്ട് എന്നുള്ളത് പ്രത്യേകം തന്നെ പറയട്ടെ. 2020, 2021, 2022 ഞങ്ങളുടെ പരിപാടികളുണ്ടായിരുന്നു. 2024 ഞങ്ങളുടെ ആഘോഷം വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ ആണ് നടത്തിയത്. കാരണം അന്ന് ഞങ്ങളുടെ മുഖ്യ അതിഥിയായി എത്തിയത് ഡൽഹി ഗവർണർ തന്നെയായിരുന്നു, VK സക്സേന. അദ്ദേഹം ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്ത് തുടക്കം മുതൽ പരിപാടിയുടെ പൂർണ്ണതയിൽ എത്തുന്നവരെ ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. സ്വാമിമാര് എല്ലാവരും അന്ന് ആ ആഘോഷത്തിൽ പങ്കെടുക്കുകയുണ്ടായി. 2024 2025 ഇതുപോലെ ഞങ്ങളുടെ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഡോക്ടർ വിശ്വനാഥൻ നമ്പൂതിരി സാറ് നമുക്ക് വേണ്ട വേദങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു വിഷയങ്ങളെ കുറിച്ചും ഇപ്പോൾ രാമായണത്തിലെ പാഠഭാഗങ്ങളുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നു. അഹം ബ്രഹ്മാസ്മി എന്ന പേരിൽ നമ്മുടെ തന്നെ ഫൗണ്ടർ മെമ്പർ കൂടിയായ ഡോക്ടർ ജയകൃഷ്ണൻജി ഇവിടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാമിനി ജ്ഞാനാഭിനിഷ്ഠ ഓരോ മാസവും നമുക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ പകർന്നു തന്നുകൊണ്ട് നമ്മുടെ പരിപാടികൾ പങ്കെടുക്കുന്നു എന്നുള്ളതൊക്കെ അഭിമാനത്തോടു കൂടി തന്നെ പറയട്ടെ. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ ഓരോ ഹൈന്ദവ വിശ്വാസികളുടെ മുമ്പിലേക്കും എത്തിക്കാൻ കഴിയുന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ തന്നെ ആത്മീയ യാത്രകൾ 2022 ചാർധാം യാത്ര ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു യാത്ര സംഘടിപ്പിക്കുന്നത്. ഏകദേശം 104 പേരോളം അടങ്ങുന്ന ടീം 4 ധാമങ്ങളും സന്ദർശിച്ച് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ തിരിച്ചെത്താൻ കഴിഞ്ഞു എന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷമുളവാക്കുന്ന കാര്യം തന്നെയായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളിലും എന്താ പറയുക, ശിവക്ഷേത്രങ്ങൾ ഉൾപ്പെടെ, അതായത് തമിഴ്നാട്ടിലെയും ആന്ധ്രയിലെയും ഒക്കെ ശിവക്ഷേത്രങ്ങള്, അതുപോലെ കർണാടകയിലെ ക്ഷേത്രങ്ങള്, ഈ വർഷം കാശി, പഴനി, അങ്ങനെയുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഒരുപാട് ഈ ആദിശങ്കര കുടുംബാംഗങ്ങൾ യാത്രകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ പുണ്യം അവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തന്നെ മാറിയിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയാതിരിക്കാൻ വയ്യ. സംസ്കൃത പരിപാടികള്, സംസ്കൃത ക്ലാസ്സുകൾ, നമ്മളിപ്പോൾ ഇത് 2ാമത്തെ സെഷനാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ഡോക്ടർ ഉമാ വയപ്പുറം ഓരോരുത്തർക്കും വേണ്ടി വളരെ സന്തോഷത്തോടുകൂടി സൗജന്യം ആയിട്ട് തന്നെ ക്ലാസ് എടുക്കാൻ വരുന്നുണ്ട്. ഈ ഞായറാഴ്ചകളിൽ എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. എന്തായാലും ഇതുപോലെ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ തന്നെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള വിശദമായ പഠന പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ സനാതന ധർമാമൃതം എന്ന പരിപാടിയുടെ 11ാമത്തെ ഭാഗം ഇവിടെ നടക്കുന്നു. തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും എന്ന പോലെ തന്നെ നമുക്ക് ഇതിനുവേണ്ടി സമയം കണ്ടെത്തിയ ശ്രീ ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടിനും സ്നേഹത്തോടെ സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര. വളരെ സന്തോഷം സുരേഷ് ഏട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ആയതിനെക്കുറിച്ച് സംസാരിക്കുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറായ ഡോക്ടർ ജയകൃഷ്ണൻ നമ്പൂതിരി അവരുടെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. 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 അഭിവാദേ കൃഷ്ണശർമ്മ നാമ അഹമസ്മി ഭോ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം
വന്ദേ ഗുരുപരമ്പരാം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്നേക്ക് 4 വർഷങ്ങൾക്ക് മുൻപ് 2021 ഏപ്രിൽ മാസം കാലടി ആസ്ഥാനമാക്കി രജിസ്റ്റർ ചെയ്ത നോൺ പ്രോഫിറ്റബിൾ ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഇക്കൂട്ടത്തിലുള്ള എല്ലാവർക്കും ഈ ഓർഗനൈസേഷനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാം. എന്നിരുന്നാലും നമ്മളുടെ അഭിവന്ദ്യനായ മുഖ്യ അതിഥി ഇന്നത്തെ ഡോക്ടർ ശ്രീനാഥ് കരയാട്ടിൻ്റെ അറിവിലേക്കായിട്ട് വളരെ താഴ്മയായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന നിയുക്തമായിരിക്കുന്ന യോഗം. അപ്പോൾ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം തന്നെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു തന്നിരിക്കുന്ന അദ്വൈത സിദ്ധാന്തം, അത് ലോക നന്മയ്ക്കു വേണ്ടി ശങ്കരോതി ഇത് ശങ്കര എന്നാണല്ലോ. അപ്പം ലോകത്തിന് മംഗളമേകുക എന്നുള്ള ഏക ഉദ്ദേശത്തോടു കൂടി അതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് 34ഓളം ചാപ്റ്ററുകളിൽ അധികമായിട്ട് ആദിശങ്കര ഇന്റർനാഷണൽ പ്രവർത്തിച്ചു വരുന്നു. ഇത് ഒരു വാട്സപ്പ് കൂട്ടായ്മയല്ല, ഒരു രജിസ്റ്റേർഡ് ബോഡിയാണ്. വളരെ കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുമുണ്ട്. ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ കാലഘട്ടം വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. അത് ആചാര്യസ്വാമികൾക്കല്ല, സനാതനധർമ്മത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം AD 8-ാം നൂറ്റാണ്ടിലാണെന്നും 788-ലാണ്, AD 788-ലാണെന്നും BC 504-ലാണ് എന്നും പല വ്യാഖ്യാനങ്ങളുണ്ട്. BC 504 എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന അദ്ദേഹത്തിന്റെ പുത്രന്റെ പുത്രൻ ബിംബിസാരന്റെ പുത്രനായിരുന്ന അശോക ചക്രവർത്തിക്ക് ശേഷം ബുദ്ധമതം വളരെ ശക്തമായിട്ട് ഭാരതമെമ്പാടും പ്രചരിച്ചിരുന്നു. അതിനുശേഷം ആ ബുദ്ധമതത്തിന് വജ്രയാനന്മാരെന്നും കാപാലിക മതവും ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ട് ആ ബുദ്ധമതം വളരെയധികം നശിച്ചു, നാശോന്മുഖമായി മാറി. അതേ സമയത്ത് തന്നെയാണ് ജൈനമതവും നശിച്ചത്. അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് സനാതനധർമ്മത്തിനും ക്ഷീണം വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇന്ന് നമ്മളുടെ പ്രാർത്ഥന ചൊല്ലിയതുപോലെ സാക്ഷാൽ ഭഗവാൻ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികൾ അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും ലോകൻ ഭവതവശിഖാ താപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പതന്തി ശംഭോർമൂർത്തിശ്ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. അങ്ങനെ ഈ ഭൂമിയിലെ അജ്ഞാനത്തെ അകറ്റുന്നതിനായിട്ട് സാക്ഷാൽ ഭഗവാൻ ദക്ഷിണാമൂർത്തി ധ്യാനത്തിൽ നിരതനായിരുന്ന അദ്ദേഹം ആ ധ്യാനം വെടിഞ്ഞ് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ രൂപത്തില് ഭാരതദേശീയ കാലടിയില് വന്ന് ജന്മമെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടത് പറഞ്ഞു? അങ്ങനെ സനാതനധർമ്മത്തിന് വളരെയധികം ക്ഷീണമുള്ള കാലത്ത് അദ്ദേഹം ഭാരതമെമ്പാടും അഷ്ടവർഗേ ചതുർവേദി ദ്വാദശേ സർവശാസ്ത്രവിദ് ഷോഡശൻ കൃതവൻ ഭാഷ്യം ദ്വാത്രംശകേ മുനിരഭ്യക എന്നാണ്. 16 വയസ്സോടുകൂടി ഭാഷ്യങ്ങൾ നൽകി 32 വയസ്സോടുകൂടി മുനിയായി. അപ്പം 3 പ്രാവശ്യം ഭാരതമെമ്പാടും യാത്ര ചെയ്ത് ബൗദ്ധിക തലത്തിൽ സനാതനധർമ്മത്തെ പരിവർത്തനം ചെയ്തു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിലും നമ്മൾക്ക് അതിനുള്ള പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഈ ട്രസ്റ്റിന് ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയം നൽകിയതും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ശിഷ്യന്മാർ എന്ന് നാം തീരുമാനിച്ചുകൊണ്ട് സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കണം. എങ്ങനെ? ആചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്നു, ചരൈവേദി ആചരണത്തിലൂടെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഭാഗമായിട്ട് ആചരണത്തിലൂടെ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിനായിട്ട് ആദ്യമായിട്ട് നാം ചെയ്തത് സുകൃതം സംസ്കൃതം എന്ന ഒരു പദ്ധതിയാണ്. എന്താണ്? അതൊരു പാഠ്യപദ്ധതിയായിരുന്നു സംസ്കൃതത്തെ അറിയുവാൻ വേണ്ടി. കാരണം ഭാരതീയ സംസ്കൃതിയെ അറിയണമെങ്കിൽ ഒരല്പമെങ്കിലും സംസ്കൃതം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് ആദ്യമായിട്ടൊരു 10 മാസത്തോളം നമ്മൾ സുകൃതം സംസ്കൃതം എന്ന പേരിൽ ഫസ്റ്റ് ബാച്ച് ഒരു 360 പേരെ സംസ്കൃതം പഠിപ്പിച്ചു. രണ്ടാമത്തെ ബാച്ച് ഇപ്പോൾ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു.
അതിനുശേഷം അദ്വൈത ലഹരി എന്ന നാമധേയത്തില് വേദം മുതൽ പുരാണം വരെ ഇന്നേക്ക് 3.5 വർഷമായി ആ ക്ലാസ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ് അത് പറഞ്ഞു തരുന്നത്. വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് 4 വേദങ്ങളെയും വേദാംഗങ്ങളെയും ഉപവേദങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയും സ്മൃതികളെയും വളരെ ഭംഗിയായിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പുരാണത്തിൽ എത്തി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ദിഗ്വിജയം സ്വാമിനി പത്തനംതിട്ടയിലെ സ്വാമിനി ജ്ഞാനാഭനിഷ്ഠ ശങ്കരാചാര്യ കൃതികളെ വളരെ താത്വികമായി അവലോകനം ചെയ്ത് അർത്ഥങ്ങൾ പറഞ്ഞ് നമുക്ക് തരുന്നുണ്ട്. എല്ലാ മാസവും ഒരു ക്ലാസ് നമുക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശങ്കരാചാര്യസ്വാമി കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിച്ച് ഉപാസിക്കുന്നതിനും ജീവിതത്തിനെ നേർവേദിയിലേക്ക് എത്തിക്കുവാനുമായിട്ട് പുരുഷാർത്ഥങ്ങൾ നേടിയെടുക്കുവാനുമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളെ അർത്ഥമറിഞ്ഞ് പഠിപ്പിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന ഒരു പ്രോഗ്രാം നാം നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ നാളെയുടെ വാഗ്ദാനങ്ങളായിരിക്കുന്ന കുട്ടികളെ വാർത്തെടുക്കുവാനായിട്ട് ബാലശങ്കരം എന്നൊരു പേരിൽ കുട്ടികൾക്ക് വേണ്ടി ഭാരതീയ സംസ്കൃതിയെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നാം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രായനം, ഭാരതീയ സംസ്കൃതി ക്ഷേത്രങ്ങളിൽ ഊന്നി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നാശോന്മുഖമായ ക്ഷേത്രങ്ങളെ വികസിപ്പിക്കുകയും അല്ലെങ്കിൽ പുനരുദ്ധരിപ്പിക്കുകയും മറ്റുള്ള ക്ഷേത്രങ്ങളെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ക്ഷേത്രായനം എന്ന ഒരു പ്രോഗ്രാം നാം നടത്തി വരുന്നു. അതോടൊപ്പം തന്നെ സത്സംഗങ്ങൾ നിത്യേന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ശനിയാഴ്ചകളും ഞായറാഴ്ചകളും സത്സംഗങ്ങളുണ്ട്. രാമായണ മാസം നാം ആചരിക്കുന്നു. പൂർണ്ണമായിട്ടും എല്ലാവരും ഒന്നിച്ചിരുന്ന് ലോകമെമ്പാടുമുള്ള ജഗദ്ഗുരു ആദിശങ്കരാചാര്യ സ്വാമികളുടെ നാമധേയത്തിലുള്ള ഈ ട്രസ്റ്റിൻ്റെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് രാമായണം പാരായണം ചെയ്യുന്നു. അതുപോലെ തന്നെ വൈശാഖ മാസം നാം ആചരിക്കുന്നു, മാധവമാസം നാം ആചരിക്കുന്നു, നവരാത്രിയും നാം ആചരിച്ചു വരുന്നു. അങ്ങനെ ഭാരതത്തിൽ എമ്പാടുമുള്ള പല ഉത്സവങ്ങളും നാം അതുല്യ ഭാരതം എന്ന നാമധേയത്തിലുള്ള ഉത്സവാഘോഷത്തിലൂടെയും നാം ആഘോഷിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ധ്യാനം, മെഡിറ്റേഷൻ ബാലശങ്കരം നടത്തുന്നത് നമ്മളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ശ്രീ ഉഷ അന്തർജനമാണ്. അതേപോലെ ധ്യാനം, മെഡിറ്റേഷൻ വളരെ മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു നടത്തിക്കൊണ്ടിരിക്കുന്നു ശ്രീ കലയോപ്പോളാണ്, എറണാകുളം ജില്ലാ കോർഡിനേറ്ററാണ്. അതുകൂടാതെ സുരേഷ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു ആത്മാന്വേഷണത്തിനായിട്ട് ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നാം ആത്മായനം യാത്ര നടത്തി വരുന്നു. മിക്കവാറും ആവറേജ് 50 പേരോളം കൊണ്ടാണ് നാം യാത്ര നടക്കുന്നത്. ആദ്യത്തെ യാത്രയിൽ മാത്രം 107 പേരെ കൊണ്ടാണ് നമ്മൾ ചാർധാം സന്ദർശിച്ചതും. അതിലെല്ലാം ഉപരിയായിട്ട് ശങ്കരഗ്രാമം എന്ന് പറയുന്ന ഒരു ഗ്രാമം നാം ഏറ്റെടുത്തുകൊണ്ട് അതിന് വേണ്ട ഒരു സ്കിൽ ഡെവലപ്മെൻറ്റും അവർക്ക് എങ്ങനെ സനാതന ധർമ്മോ രക്ഷതി രക്ഷിത എന്നാണല്ലോ, അതിൽ ഊന്നി നിന്നുകൊണ്ട് സ്വധർമ്മ പരിപാലനത്തിലൂടെ ജീവിതമാർഗം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്നതിനായിട്ട് ശങ്കരഗ്രാമവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് സനാതന ധർമാമൃതം എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ മഹനീയ സാന്നിധ്യത്തിലുള്ള ശ്രീനാഥ് കരയാട്ടിനെ പോലെയുള്ള മഹനീയ വ്യക്തികളെ കൊണ്ട് സനാതന ധർമാമൃതം എന്ന് സനാതനധർമ്മത്തെക്കുറിച്ച് നാം പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അനവധി ആചരണങ്ങളിലൂടെ നാം സനാതനധർമ്മത്തെ പ്രചരിപ്പിക്കുകയാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് മറ്റധികം മിഷൻ നമുക്കുണ്ട്. അതെല്ലാം വരും കാലങ്ങളിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. വിസ്താര ഭയം കൊണ്ടും ആവർത്തന വിരസത കൊണ്ടും സമയദൈർഘ്യത്തെ ഭയന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. ഒന്നുകൂടെ ഡോക്ടർ ശ്രീനാഥ് കരയാട്ടനെ വളരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ആവാഹനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. വളരെ സന്തോഷം ജയേട്ടാ നിങ്ങളുടെ വാക്കുകൾക്ക്. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ, സനാതന ധർമാമൃതം പരിപാടിയിൽ, നമ്മുടെ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട്, അദ്ദേഹത്തിന് മുമ്പ് ഇവിടെ 10ഓളം നമ്മുടെ ഇത് പരിപാടി നടന്നിരുന്നു. ജനുവരിയിലാണ് ഇത് ആരംഭിച്ചത്. തുടങ്ങി വെച്ചത് ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, അദ്ദേഹം മുൻ ഗവൺമെൻറ് സംസ്കൃത കോളേജ് പ്രിൻസിപ്പളാണ് തിരുവനന്തപുരം. അതേപോലെ ഡോക്ടർ സരിതാ മഹേശ്വരൻ, ഫെബ്രുവരിയിൽ സരിതാ മഹേശ്വരനാണ് നടത്തിയിരുന്നത്. മാർച്ചിൽ പൂജനീയ നടുവിൽ മഠം സ്വാമിയാറാണ് നടത്തിയത്. ഏപ്രിൽ ശ്രീമതി കെ പി ശശികല ടീച്ചർ, മെയ്യിൽ പൂജനീയ സ്വാമി ആധ്യാത്മാനന്ദ സമ്പോധ് ഫൗണ്ടേഷൻ കൊല്ലം, ജൂണിൽ പ്രൊഫസർ സരിത അയ്യർ, ജൂലൈയിൽ ശ്രീ വേണുഗോപാൽ IAS, ഓഗസ്റ്റിൽ ഡോക്ടർ ശ്രീനാഥ് കടിയക്കോൽ, സെപ്റ്റംബറിൽ ഡോക്ടർ ശ്രീധരൻ നമ്പൂതിരി, കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജനാണ്, കോവൈ മെഡിക്കൽ കോളേജ്
കോയമ്പത്തൂർ. കഴിഞ്ഞ മാസം നമ്മുടെ ഈ സനാതന ധർമാമൃതത്തിൽ നമ്മുടെ വേദി അലങ്കരിച്ചത് ശ്രീ രാജീവൻ ഇരിങ്ങാലക്കുട സാറായിരുന്നു, ഡോക്ടർ രാജീവൻ ഇരിങ്ങാലക്കുട. ഇന്ന് ഈ വേദി അലങ്കരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്രീനാഥ് കരിയക്കോൽ. അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കുവാനുള്ള സമയം കൂടി അനുവദിക്കണം. ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ നന്മണ്ടയിൽ കാരയാട്ടിലത്ത് ജനനം. അന്താരാഷ്ട്ര പരിശീലകനാണ്, മനഃശാസ്ത്രജ്ഞൻ, പ്രഭാഷകൻ, ആധ്യാത്മിക ആചാര്യൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ തൻ്റെതായ ശൈലി കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിത്വം പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. കേരളത്തിലെ ആധ്യാത്മിക മണ്ഡലത്തിൽ 2 പതിറ്റാണ്ടിലേറെയായി ശക്തമായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഭാരതീയ ധർമ്മപ്രചാര സഭയ്ക്കും ആചാര്യനായ ശ്രീനാഥ്ജിക്കും സാധിച്ചിട്ടുണ്ട്. 2013 ബോംബെയിൽ വെച്ച് നടന്ന അന്താരാഷ്ട്ര സയൻസ് കോൺഫറൻസിൽ സയൻസ് ആൻഡ് സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തിൽ അവതരിപ്പിച്ച പ്രബന്ധം അന്താരാഷ്ട്ര ശ്രദ്ധ പിടിച്ചുപറ്റി. 2013 ഡിസംബർ മാസം ഗർഭസംസ്കാരം എന്ന വിഷയത്തിൽ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യോ കൗൺസിലിൽ നിന്നും അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് ലഭിക്കുകയുണ്ടായി. 2014 മനഃശാസ്ത്ര മേഖലയിൽ നൽകിയ സംഭാവനകളെ മാനിച്ച് പ്രതിഭ വ്യക്തിരത്ന പുരസ്കാരത്തിനും അദ്ദേഹം അർഹനായി. ഭാരതീയ മനഃശാസ്ത്ര മേഖലയിലും അദ്ദേഹം തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അനവധി ഗ്രന്ഥങ്ങളിലൂടെയും നിരവധി ലേഖനങ്ങളിലൂടെയും അദ്ദേഹം സുപരിചിതനാണ്. 2017 ഓസ്ട്രിയയിൽ വീനയിൽ നടന്ന അന്താരാഷ്ട്ര മെഡിക്കൽ കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പ്രബന്ധം തയ്യാറാക്കിയിരുന്നു. അതേ വർഷം തന്നെ ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന സയൻസ് കോൺഫറൻസിൽ അദ്ദേഹം അവതരിപ്പിച്ച പ്രബന്ധം ഇന്റർനാഷണൽ ജേർണൽ ഓഫ് മെഡിസിനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. 2024 മാർച്ച് മാസം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനമായ ന്യൂയോർക്കിൽ വെച്ച് നടന്ന ലോക സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രബന്ധം ശക്തി, ദ കൺസെപ്റ്റ് ഓഫ് ഡിവൈൻ ഫെമിനിറ്റി ഇൻ ഇന്ത്യ. ലോകരാജ്യങ്ങളിൽ ഭാരതത്തിന്റെ സ്ത്രീ സങ്കല്പം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ത്യക്കകത്തും പുറത്തുമായി 10,000-ലധികം കൗൺസിലിംഗും കേരള പോലീസ് സേനയുൾപ്പെടെ 3,000-ലധികം പരിശീലന കളരികളും നടത്തിയ അദ്ദേഹം 1,00,000-ലധികം വിദ്യാർത്ഥികളുമായി സംവദിക്കുകയും അവർക്ക് മാർഗനിർദ്ദേശം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 18 വർഷങ്ങളായി ഷോഡശ സംസ്കാരങ്ങളെപ്പറ്റിയും അതുവഴി നല്ല തലമുറകളെ വാർത്തെടുക്കുന്നതിനെക്കുറിച്ചും ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രഭാഷണങ്ങളും ശില്പശാലകളും അദ്ദേഹം നടത്തിവരുന്നു. ഭാരതത്തിലെ ആധ്യാത്മിക താന്ത്രിക സഭയിലെ സൂര്യതേജസ്സായ ബ്രഹ്മശ്രീ അഴകത്ത് ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടിൽ നിന്നും 2021 ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പൂർണ്ണദീക്ഷിതനായി. 2025 ഏപ്രിൽ 5 ചൈത്ര അഷ്ടമി ദിവസം കാശ്മീർ ശാരദാപീഠത്തിൽ ശ്രീചക്ര മഹാമേരു പ്രതിഷ്ഠ നടത്തിയത് കേരള കാശ്മീർ ബന്ധം കൂടുതൽ ശക്തമാക്കുവാൻ ഉപകരിച്ചു. സുപ്രസിദ്ധ പൂർവജന്മ പരിവേഷകൻ കൂടിയായ ഇദ്ദേഹം ഋതംബര എക്കോ സ്പിരിച്വൽ കമ്മ്യൂണിന്റെ ചെയർമാനും കൂടിയാണ്. മാനസികാരോഗ്യമുള്ള ഒരു ശ്രേഷ്ഠ ലോകത്തിനായി സ്വപ്നം കാണുകയും അതിനുള്ള നിരവധി പ്രവർത്തനങ്ങളും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ടിനെ ഭക്തിയാദരപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. ജയശങ്കര. ഹരി ഓം. വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈബ്രഹ്മ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. വളരെ വിശദമായിട്ട് തന്നെ ശ്രീശങ്കര ഇൻ്റർനാഷണൽ ഫൗണ്ടേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് വളരെ അധികം ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ഭാരതത്തിൽ. ഇപ്പോൾ കൂടുതൽ സമയം പുറത്താണ്, US-ലും അതുപോലെ തന്നെ UAE-ലും ഒക്കെ ആയിട്ടാണ്, കാനഡയിലൊക്കെ ആയിട്ടാണ് കൂടുതൽ സമയമുള്ളത്. അവിടെയൊക്കെ പോകുമ്പോഴാണ് അവർക്കൊക്കെ എത്രത്തോളം ഇത് പഠിക്കാൻ താല്പര്യമുണ്ട് എന്നും ഈ മണ്ണിലുള്ള നമ്മൾ എത്രത്തോളം ഇത് പഠിക്കുന്നില്ല എന്ന് മനസ്സിലായി. നമുക്ക് പഠിക്കാൻ താല്പര്യക്കുറവാണ് എന്തൊക്കെയോ കാരണങ്ങളെ കൊണ്ട്. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഏറെ അഭിമാനിക്കാൻ പറ്റുന്നത് നമ്മളൊക്കെ കേരളത്തിൽ ശങ്കരൻ്റെ മണ്ണെന്നാണ് എന്നുള്ളതാണ്. ആ ഒരു പ്രൗഢി അല്ലെങ്കിൽ ഒരു പ്രിവിലേജ് കിട്ടണമെങ്കിൽ ഹിമാലയത്തിലൊക്കെ പോണ സമയത്ത് ഏതെങ്കിലും വലിയ അഖാഡകളിലൊക്കെ പോകുമ്പോൾ, കുംഭമേളയ്ക്കൊക്കെ പോകുമ്പോൾ അവിടുന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിൽ നിന്നാണ് എന്ന് മുഴുവൻ പറയാൻ അവർ സമ്മതിക്കാറില്ല. ശങ്കരൻ്റെ മണ്ണെന്നാണോ എന്നാണ് ചോദിക്കാറ്. ഉടനെ ശങ്കരൻ്റെ മണ്ണിൽ നിന്ന് വരുന്ന നമ്മളെ നമസ്കരിക്കും അവർ. ശങ്കരാചാര്യരുടെ പേരിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു നമസ്കാരം. ഇവിടെ മാത്രമല്ല, കാശ്മീരിൽ പോയ സമയത്തും കാശ്മീരിൽ ശാരദാപീഠത്തിൽ ശങ്കരാചാര്യരുടെ യാത്രയൊക്കെ അവിടെയുള്ളവർ ഇപ്പോഴും വളരെ
അത്ഭുതത്തോടും ബഹുമാനത്തോടും കൂടിയാണ് കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്തിൽ നിന്ന് ഭാരതത്തെ മുഴുവൻ വിജയിച്ച് മുഴുവൻ അന്നത്തെ മുഴുവൻ എല്ലാ തരത്തിലുള്ള ഫിലോസഫിയെയും വിജയിച്ചുകൊണ്ട് സർവജ്ഞപീഠം കയറിയത്. ആ സർവജ്ഞപീഠം കയറിയ കഥകളൊക്കെ ഇപ്പോഴും കാശ്മീരിൽ പോയാൽ അവർ വളരെ വലിയ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി പറയും. അത്രയൊക്കെ അഭിമാനമുള്ള ശങ്കരൻ്റെ നാട്ടിൽ നമുക്കറിയാം ഇന്ന് ശങ്കരനുള്ള വില എന്താണ് നമുക്കറിയാം. തിരിച്ചു കൊണ്ടുവരേണ്ടതാണ് തീർച്ചയായിട്ടും. കാരണം ശങ്കരനെ കൊണ്ടുവരുന്നതിലൂടെ സനാതന സംസ്കാരത്തെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. വലിയ അഭിമാനവും വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ വേദിയിൽ ക്ഷണിച്ചതിന്. എന്തായാലും നമുക്ക് തുടങ്ങി വയ്ക്കാം. എത്രത്തോളം ഇന്ന് ഒരു വിഷയം പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല, പ്രത്യേകിച്ചൊരു സബ്ജക്റ്റ് ബേസ് ചെയ്തല്ല എന്ന് സംസാരിക്കുന്നത്. ഒരു സബ്ജക്റ്റിൽ അങ്ങനെ ഒരു വിഷയമായിട്ട് തന്നിട്ടില്ല. അതുകൊണ്ട് പൊതുവായ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതിലേറെ സന്തോഷമുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളാണ് ഇനി ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലും നടക്കേണ്ടത്. എല്ലാ സ്ഥലത്തും നടക്കണം. പ്രത്യേകിച്ച് കേരളത്തിൽ, അല്ലെങ്കിൽ കേരളവും തമിഴ്നാടും ചേരുന്ന ഭാരതത്തെ ഒരു പുരുഷനായി കാണുകയാണെങ്കിൽ ആ ഭാരതത്തിലെ ഭഗവാന്റെ ഭാരതമാതാവിൻ്റെ മൂലാധാര ചക്രമായിരിക്കുന്ന കേരളവും തമിഴ്നാടും ചേർന്ന സ്ഥലം, അത് ഭാരതത്തിൻ്റെ ശിരസ് കൈലാസമാണെങ്കിൽ അതിൻ്റെ മൂലാധാരം, നട്ടലിൻ്റെ തുടക്കം കേരളത്തിലാണ്. മൂലാധാരം ശരിയായില്ലേ പിന്നെ ഭാരതം മൊത്തം ശരിയാവില്ല എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അവിടുന്ന് പോയ ഒരാൾ, അല്ലെങ്കിൽ അദ്ദേഹമാണ് കാശ്മീർ വരെ പോയത്. അതൊരു കേവല യാത്രയായിരുന്നില്ല. അന്ന് അനേകം ഫിലോസഫികൾ തമ്മിൽ യുദ്ധം ചെയ്തിരുന്ന സമയത്ത്, അതല്ലെങ്കിൽ ശൈവരും വൈഷ്ണവരും തമ്മിൽ യുദ്ധം ചെയ്തിരുന്ന സമയത്ത്, വൈദികരും താന്ത്രികരും തമ്മിൽ യുദ്ധം ചെയ്ത സമയത്ത്, അതിനൊക്കെ ഒരുമിപ്പിച്ചുകൊണ്ട് നമ്മളൊന്നാണ്, ഭാരതം ഒന്നാണ്, നമ്മൾക്കൊരു സംസ്കാരമില്ല, അത് സനാതന സംസ്കാരമാണ് എന്ന് വിളിച്ച് പറഞ്ഞ, അത് എല്ലാവരും ഹൃദയത്തിലേക്ക് പറഞ്ഞൊരു വലിയ ഒരു അവതാരം ഭഗവാന്റെ ശിവൻ്റെ അവതാരം തന്നെയാണ് ശങ്കരാചാര്യർ. ഇത് യാതൊരു തർക്കമില്ല. അപ്പോൾ ആ പേരിലുള്ളൊരു സംഘടനയിൽ വരിക, സംസാരിക്കുക എന്നൊക്കെ പറയുന്ന വലിയ പുണ്യമാണ്, പരമ്പരൻ്റെ ഒരു പുണ്യമാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ആവശ്യകത പറയുന്ന സമയത്ത് പൊതുവേ നമ്മളൊരു ധാരണ, നമ്മളെ സനാതന സംസ്കാരം ഇടക്കാലത്ത് അല്ലെങ്കിൽ അടുത്ത കുറച്ച് കാലമായിട്ട് വളരെയധികം ഇത്തരം പല പ്രവർത്തനങ്ങളെ കൊണ്ട് ഒരുപാട് പുരോഗതിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ, അപ്പോൾ അവിടുന്ന് സാധാരണ ഞാൻ പ്രഭാഷണത്തിന് അധികവും ഇപ്പോൾ പ്രഭാഷണങ്ങൾക്ക് അങ്ങനെ പോകാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഭാഷണം കൊണ്ട് വലിയൊരു മാറ്റം സമാജത്തിൽ ഉണ്ടാവുന്നില്ല എന്നൊരു തിരിച്ചറിവ് ഇടക്കാലത്ത് എപ്പോഴും വന്നതാണ്. കാരണം നമ്മൾ പ്രഭാഷണം നടത്തി പോകുമ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർ ഈ പ്രഭാഷകർക്ക് മാർക്കിട്ട് പോകുന്നൊരു കാഴ്ചയാണ് പലപ്പോഴും നമ്മൾ കാണാറ്. അത് നന്നായി, അത് ശരിയായില്ല, അത് കുറച്ചുകൂടി നന്നാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ആർജവം, നാമജപം തിരിച്ചു കൊണ്ടുവരിക. അതായത് നമ്മുടെ നാട്ടിലെ ഓരോ പദ്ധതിയിലൂടെ ആണ് ആൾക്കാരിൽ മാറ്റം കൊണ്ടുവരിക, പ്രഭാഷണത്തെക്കാൾ ഉപരി. അപ്പോൾ ആ പദ്ധതികൾ ഒരുപാടെണ്ണം നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് എന്ന് അറിഞ്ഞാലാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്. നല്ലൊരു പ്രഭാഷണത്തിന് പോയപ്പോൾ ഒരാൾ ചോദിച്ചു, എവിടെ നിന്നാണ്? ഞാൻ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മളെ നാട് അല്ലെങ്കിൽ ഹിന്ദുക്കളൊക്കെ ഇപ്പോൾ ഉണർന്നു തോന്നുന്നു എന്നാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ ഹിന്ദുക്കൾ ഇപ്പോൾ ഇത്രയും നേരം ഉറങ്ങിയായിരുന്നു. അതല്ല, പിന്നെയോ ഹിന്ദുക്കൾ ഇപ്പോഴാണ് അങ്ങോട്ട് ഉണർന്നത്. എന്നുവെച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം, അയാൾ പറഞ്ഞ നാട്ടിൽ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ആൾക്കാർ പൂട്ടിക്കിടക്കുന്ന ഒറ്റ അമ്പലമില്ല. എപ്പോഴെങ്കിലും ഒരു അമ്പലത്തിൻ്റെ അവശിഷ്ടം കണ്ടാൽ ഉടനെ കമ്മിറ്റി കൂടി നാട്ടുകാർ കൂടി ഒരു കൊല്ലം കൊണ്ട് പ്രതിഷ്ഠ നടത്തി അമ്പലമാക്കുന്നുണ്ട്. അപ്പോൾ അത് അയാൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഞാനൊക്കെ ചെറുതാകുമ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങൾ തകർന്ന് നടക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ തകർന്ന ക്ഷേത്രങ്ങളില്ല, എല്ലാ ക്ഷേത്രങ്ങളും നന്നാക്കിയിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ നാട്ടിലെ എല്ലാ അമ്പലങ്ങളും സപ്താഹം നടക്കുന്നുണ്ട്. അതും ശരിയാണല്ലോ. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സപ്താഹം കളിക്കണമെന്ന് മോഹം ഉണ്ടായിട്ട് നമ്മുടെ നാട്ടിൽ എവിടെയും സപ്താഹമില്ല. അങ്ങനെ ഗുരുവായൂരിൽ വെൺമണി വിഷ്ണു എന്ന് പറയുന്ന ഒരാളുടെ ഒരു സപ്താഹം ഉണ്ടെന്ന് കേട്ടിട്ടാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാതെ സപ്താഹം കേൾക്കാൻ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ വളരെ റെയറായിട്ട് എവിടെയെങ്കിലുമൊക്കെ സപ്താഹമുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാ മുക്കിലും മൂലക്കിലും അമ്പലങ്ങളിലൊക്കെ സപ്താഹമുണ്ട്. സപ്താഹത്തിനൊക്കെ എന്ത് ജനങ്ങളാ അല്ലേ? ഏതെങ്കിലും സപ്താഹത്തിന് പോയിട്ടോ? എമ്മാതിരി ജനങ്ങളാണ് അവരുടെ സപ്താഹത്തിനും. എപ്പോഴും അതാണ് സംശയം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ എവിടുന്നാന്നറിയില്ല, 100 കണക്കിന് ആൾക്കാരുണ്ടാവും. ഊണ് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ 3 മണിക്ക് പോയി നോക്കിയാൽ സപ്താഹം പറയുന്ന ആളും മൈക്ക് കിട്ടിയ ആളും മാത്രം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വർത്തമാനം പറയുന്നുണ്ടാവും. ഒരു ജീവി ഉണ്ടാവില്ല. എവിടുന്നാന്നറിയില്ല. എന്തോ ആട്ടെ. കഴിഞ്ഞ ദിവസം ഒരു അമ്പല കമ്മിറ്റിക്കാരൻ പറഞ്ഞത്, ഞങ്ങളെ നാട്ടിലെ സപ്താഹം, ഞങ്ങളെ അമ്പലത്തിലെ സപ്താഹം ഗംഭീരമായി, 30 ചാക്ക് അരിൻ്റെ ചോറ് വെച്ചു എന്നാ.
അങ്ങനെയാണ്. ഞങ്ങളെ അമ്പലത്തിലെ ഉത്സവം ഗംഭീരമായി. 40 ചാക്ക് അരീൻ്റെ ചോറ് വെച്ചു എന്നാ. എത്ര ചാക്ക് അരീൻ്റെ ചോറ് വെച്ചു നോക്കിയിട്ടാണ് ഇപ്പോൾ ഉത്സവം വിജയിച്ചോ സപ്താഹം വിജയിച്ചോ എന്നൊക്കെ നോക്കണത്. എന്തായാലും അമ്പലങ്ങളിൽ ആൾക്കാർ ഒരുപാട് കൂടിയിട്ടുണ്ട്, പറഞ്ഞത് ശരിയാണ്. പിന്നെയോ ശബരിമല പോകുന്ന ആൾക്കാരെണ്ണം അങ്ങനെ കൂടി വരികയാണ്. അതും ശരിയാണല്ലോ. ശബരിമല മറ്റേ ഇത് കത്തിക്കുകയാണെന്നും അല്ല തന്നാലുണ്ടാവുകയാണെന്നും മകരജ്യോതിയെ അങ്ങനെ പല തർക്കങ്ങളും ഉണ്ടായി. ഇവിടെ ഒരാൾ പോലും ശബരിമല പോകുന്നത് നിർത്തിയിട്ടില്ല. ആണോ, ഞാൻ ഇത്രയും കാലം ഈ മകരജ്യോതി തന്നാലുണ്ടാവുക വിചാരിച്ചിട്ടാണ് പോയത്, അവിടെ കത്തിക്കുക എന്നാൽ പിന്നെ ഞാൻ പോകണില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞില്ല. അയാൾ അടുത്ത കൊല്ലം കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പോകും. പണ്ട് തിരുവനന്തപുരത്ത് ആറ്റുകാൽ എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ പൊങ്കാല എന്ന് പറഞ്ഞ സാധനം. ഇന്ന് നാട് മുഴുവൻ പൊങ്കാല, എല്ലാ അമ്പലങ്ങളിലും പൊങ്കാല ഉണ്ട്. ഈ ആറ്റുകാൽ പൊങ്കാല റോഡുമേൽ ആൾക്കാർ അടുപ്പ് കൂട്ടിയിട്ട് ആലപ്പുഴ വരെ എത്തിയെന്ന് കേട്ട്. അത്രയും ദൂരത്ത് ആൾക്കാർ പൊങ്കാല ഇടാൻ പോകുന്നുണ്ട്. പിന്നെ അപ്പോൾ ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ. ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു വലിയൊരു ഉണർവ് ഉണ്ടായിട്ടില്ലേ? എല്ലാവരും ഇപ്പം ലളിതാ സഹസ്രം ജപിക്കുന്നുണ്ട്, എല്ലാ ആൾക്കാരും വേദം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ക്ലാസ്സുകളുണ്ട്. ഫേസ്ബുക്ക് തുറന്നാൽ ഇത്തരം ക്ലാസ്സുകളെ കുറിച്ച് മാത്രമേ ഉള്ളൂ, അതിലൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട്. അപ്പോൾ വലിയൊരു മാറ്റം ഹിന്ദു സമാജത്തിൽ ഉണ്ടായിട്ടില്ലേ? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് മിണ്ടാൻ പറ്റുമോ എനിക്ക് അറിയില്ല. എന്താ ഒരു അഭിപ്രായം? മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അതെ, വലിയ രീതിയിലാണോ ചെറിയ രീതിയിലാണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. അതെ, അത്രയേ വേണ്ടു. അത്രയും വലിയൊരു മാറ്റം ഹിന്ദു സമാജത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് കേട്ടപ്പം പെട്ടെന്ന് എനിക്ക് വലിയ സന്തോഷം തോന്നി. അയാൾ പറയാൻ വേറെ 2 കാരണം പറഞ്ഞത്, നാട്ടിലെ നമ്പൂതിരിമാർക്കൊക്കെ തിരക്കൂടി എന്നുള്ള. ഒരൊറ്റ അമ്പലത്തിൽ നമ്പൂതിരിമാരെ കിട്ടാനില്ല. കാരണം അത്ര ബിസിയാണ്. എത്ര പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും നമുക്ക് നരേന്ദ്രമോദിനെ വിളിച്ചാൽ നമുക്ക് കിട്ടും, പരിപാടിക്ക് വരും. പക്ഷെ നമ്പൂതിരിമാരെ അമ്പലത്തിൽ പൂജയ്ക്ക് കിട്ടാനില്ല. അത്രയും അമ്പലങ്ങൾ കൂടിയതാണ് അതിന് കാരണം. ജ്യോത്സ്യന്മാർക്ക് നല്ല തിരക്കാണ്. എല്ലാ ജ്യോത്സ്യന്മാരുടെ അടുത്തും ഇപ്പോൾ പോയാൽ നല്ല തിരക്കാണ്. അപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയൊരു ചിന്ത, ഒരു ഗുരുക്കന്മാരുടെ അടുത്തും ആശ്രമങ്ങളിലും തിരക്കാണ്. അമ്പലങ്ങളിലെ തിരക്ക് പറയുകയും വേണ്ട. ഇതൊക്കെ കാണുമ്പോൾ ഒരു വലിയ മുന്നേറ്റം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടില്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ പെട്ടെന്ന് ഞാൻ വിചാരിച്ച ശരിയാണല്ലോ ഇതൊക്കെ. ആ സമയത്താണ് വേണ്ടാത്ത ചില ചിന്തകൾ മനസ്സിൽ വന്നത്. അങ്ങനെയാണല്ലോ അങ്ങനെ മനുഷ്യന്മാർക്ക് വരില്ല. എനിക്ക് വേണ്ടാത്ത ചില ചിന്ത വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഒരു ഹോസ്പിറ്റൽ വന്നു, അവിടെ നല്ല തിരക്കാണ് എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതിയാണോ അധോഗതിയാണോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പുതിയ 2 മെഡിക്കൽ ഷോപ്പ് പുതിയ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുരോഗതിയാണോ അധോഗതിയാണോ? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിൽ വരുന്നത് പുരോഗതിയാണോ അധോഗതിയാണോ? ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഏറെ വേണമെങ്കിലും ഈ ഒരുപാട് ഇതുപോലുള്ള ആശുപത്രികൾ വരിക എന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ ആരോഗ്യത്തെ അവിടെയാണ് വിഷയങ്ങൾ. അതാണ് ചോദ്യം. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു വലിയ ഹോസ്പിറ്റൽ ഞങ്ങളുടെ നാട്ടിൽ വന്നു എന്ന് പറഞ്ഞാൽ വലിയ പുരോഗതിയാണെന്നാണ് കരുതുക. കാരണം നമ്മളൊക്കെ താമസിക്കുമ്പം നമ്മൾ താമസിക്കുന്നതിൻ്റെ 100 മീറ്റർ അല്ലെങ്കിൽ 5 കിലോമീറ്ററിനിടയിൽ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാം. അങ്ങനെ അതൊരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് ഹോസ്പിറ്റൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടിയാൽ അത് പുരോഗതിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഒന്നും കൂടി ഇരുത്തി ചിന്തിക്കുമ്പം അത് മനുഷ്യൻ്റെ ആരോഗ്യം താറുമാറായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. അതിൽ നമ്മൾ സന്തോഷിക്കുകയല്ല വേണ്ടത്. ഒരു ഹോസ്പിറ്റൽ പൂട്ടിപ്പോയി, ഒരു മെഡിക്കൽ ഷോപ്പ് പൂട്ടിപ്പോയി എന്ന് പറഞ്ഞാലാണ് നാടിൻ്റെ പുരോഗതിയാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അമ്പലത്തിൽ തിരക്ക് കൂടി, ഈ ഗുരുക്കന്മാർക്ക് തിരക്ക് കൂടി, ജ്യോത്സ്യന്മാർക്ക് തിരക്ക് കൂടി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു ഉണർന്നതാണോ അതല്ല ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങൾ വർദ്ധിച്ചതാണോ എന്നാണ് അടുത്ത ചോദ്യം. കാരണം നമ്മളിന്ന് അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഭക്തി മൂത്തിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ നമുക്ക് ആധ്യാത്മികത വർദ്ധിച്ചിട്ടൊന്നുമല്ല. പല ആൾക്കാരും അമ്പലത്തിൽ പോകുന്നത് പ്രശ്നങ്ങൾ കൂടിയപ്പോഴും പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളൊരു ഇൻറ്റേർണൽ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഓപ്പണായിട്ട് ചില കാര്യങ്ങൾ പറയുക. ഇവിടെ നമ്മളെ തന്നെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടത്. അമ്പലത്തിൽ തിരക്ക് കൂടിയത് പലപ്പോഴും പ്രശ്നങ്ങൾ. നമ്മൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഇന്നിപ്പം അമ്പലത്തിൽ പോകുന്ന ആൾക്കാരെ 30% ആൾക്കാർ അമ്പലത്തിൽ പോകുന്നത് ഭയന്നിട്ടാണെന്നാണ് പറയുക. നമുക്ക് ഭഗവാനെ പേടിയാണ്. അപ്പോൾ പണ്ട് ജ്യോത്സ്യർ പറഞ്ഞിട്ടുണ്ട്, കുലദേവതനെ നിങ്ങൾ എല്ലാ ആഴ്ചയും പോയി തൊഴുതിട്ടില്ലെങ്കിൽ കുലദേവത നിങ്ങളെ നശിപ്പിച്ച് കളയും. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പല കുടുംബത്തിലൊക്കെ പല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയും പോയി കുലദേവതനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? കുലദേവത നമ്മളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മാസം 1-ാം തീയതി പോയിട്ട് അവിടെ പോയിട്ട് നമ്മൾ ഹാജർ കൊടുക്കുക. ഞാൻ വന്നിട്ടുണ്ട്, രാഘവൻ വന്നില്ല, എൻ്റെ കാര്യങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്, രാഘവൻ വന്നില്ല, ഉറങ്ങുകയാണ്, വേണം അയാൾ ഉപദ്രവിച്ചോളൂ. അങ്ങനെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ വേണ്ടി പോകുന്ന ഒരു 30% ആൾക്കാർ.
നമുക്ക് ഭഗവാനോടുള്ള ഒരു ബന്ധം ഭയമായിപ്പോയി. അത് സത്യത്തിൽ സെമിറ്റിക് മതങ്ങൾ നമുക്ക് തന്നൊരു ചിന്തയാണ്. നമുക്ക് ഭഗവാനോട് ഭയം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. നമ്മളെ പൂർവികരൊക്കെ ഭഗവാനെ പോക്കറ്റിലിട്ട് നടന്ന ആൾക്കാരാണ്, ഭഗവാനോട് ആജ്ഞാപിച്ച ആൾക്കാർ. നമ്മളെ പൂർവികർ ഭഗവാനെ ഭയന്ന ആൾക്കാരല്ല. എന്തായാലും ഇന്ന് ദൈവഭയം, ഗോഡ് ഫിയറിങ് പേഴ്സൺ എന്നുള്ളത് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. പക്ഷേ നമ്മൾ ഗോഡ് ഫിയറിങ് പേഴ്സണാണ് നമ്മളൊക്കെ. നമുക്ക് ഭഗവാനോട് ഭയമാണ്. ഭയവും ഭക്തി വേണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഭക്തി മതി. ഞങ്ങളുടെ ഭാഷയിൽ ഭഗവാനോട് വേണ്ടത് ഭയവും ഭക്തിയും ഒന്നുമല്ല. ഭഗവാനോട് നമുക്ക് വേണ്ടത് പ്രണയമാണ് എന്നാണ് ഞങ്ങൾ പറയുക. കാരണം പ്രണയിക്കുന്ന ഒരാളെ മാത്രമേ 24 മണിക്കൂറും നമ്മളെ മനസ്സിൽ നിർത്താൻ പറ്റൂ. അയാളോട് എത്ര വർത്തമാനം പറഞ്ഞാലും പിന്നെ വർത്തമാനം പറയാൻ തോന്നും. അയാൾ എപ്പോഴും നമ്മളെ കൂടെ വേണം തോന്നും. അത് അങ്ങനെയായിരിക്കണം ഭഗവാൻ, എപ്പോഴും നമ്മളെ കൂടെ വേണം എന്ന് തോന്നും. അല്ലാണ്ട് ഈ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം നല്ല കാര്യങ്ങൾക്ക് മാത്രം ഭഗവാൻ ഉണ്ടാവുക എന്നുള്ളതല്ല. അങ്ങനെയൊക്കെ നമ്മളെ ചിന്ത വരുന്നത്. അപ്പം ചില വീട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പം അവിടെ എല്ലാവരും കൂടി ഇരുന്ന് കള്ള് കുടിക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഒരു കൃഷ്ണൻ്റെ പ്രതിമ ഉണ്ട് ആ റൂമിൽ. ഇവരൊരു തോർത്തുകൊണ്ട് എടുത്തിട്ട് കൃഷ്ണൻ്റെ മുഖത്ത് അങ്ങ് ഒട്ടിച്ച് എന്നിട്ടാണ് കള്ള് കുടിക്കുന്നത്. കാരണം ഇയാളിത് കാണണ്ട എന്നുള്ളതാണ് വിഷയം. കാരണം കൃഷ്ണൻ ഇതൊന്നും പറ്റാത്തതല്ല, ഞങ്ങൾക്ക് ഇതൊക്കെ പറ്റും, ഇതിനൊന്നും ഭഗവാൻ വേണ്ട, ഞങ്ങൾ രാവിലെ കുളിച്ച് തൊഴുത് വരുമ്പം ഭഗവാനെ കാണണം എന്നുള്ളതാണ്. എന്തായാലും ഭയം ആണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വെളിച്ചപ്പാട് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രഭാഷണത്തിൽ പോയതാണ്. അങ്ങനെ പോയപ്പോൾ എനിക്കിതൊക്കെ വലിയ ഇഷ്ടം. അങ്ങനെ ഞാനവിടെ അങ്ങനെ പോയി നോക്കിയപ്പം ഈ വെളിച്ചപ്പാട് 2 തുള്ളലും 2 ഓട്ടമാണ്. അപ്പോൾ വന്നിട്ട് ചോദിച്ചു, വന്നിട്ട് എല്ലാവരും ഇങ്ങനെ തൊഴുതിക്കുന്നുണ്ട്, ഇപ്പോൾ വെളിച്ചപ്പാടേക്ക് എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. വീണ്ടും എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഈ വള എവിടെ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഏതോ ഒരു ചേച്ചി ഈ അവിടെ പറഞ്ഞിട്ടുണ്ട് ഭഗവാനോട് എന്തോ ഒരു കാര്യം നേരെയായാൽ ഒരു വള കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കിട്ടിയിട്ടില്ല, അതാണ് ചോദിക്കുന്നത്, എവിടെ വള എവിടെ എന്നൊരു ചോദ്യമാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ തൊഴുതിട്ട് പറഞ്ഞു ഭഗവാനോട് വെളിച്ചപ്പാടിനോട്, ഭഗവാൻ ക്ഷമിക്കണം, മോദി പറ്റിച്ച പണിയാണെന്നാ. അപ്പോൾ അത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടി നോക്കിയപ്പോൾ ഈ ചേച്ചി എന്തോ കാര്യം ശരിയായാലും ഒരു വള കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്താണ് നോട്ട് നിരോധനം ഉണ്ടായത്. ഈ നോട്ട് നിരോധനം വന്നപ്പോൾ ഈ ചേച്ചിക്ക് ഈ പൈസ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ചേച്ചി പൈസ കൊണ്ടുവച്ചിട്ടുണ്ട്, എഴുന്നൊക്കെയോ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ. അപ്പോൾ ഇതെല്ലോടി പൈസയായിട്ട് പുറത്ത് കണ്ട ഭർത്താവ് ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിച്ചാൽ അതിനേക്കാട്ട് വലിയ കുടുംബകാലം ഉണ്ടാവും. അപ്പോൾ അത് പുറത്തെടുക്കാൻ പറ്റാതെ ചേച്ചി പെട്ടുപോയത്. അങ്ങനെ ഒരുപാട് സ്ത്രീകൾ പെട്ടുപോയിട്ടുണ്ട്. എൻ്റെ ഭാര്യക്കതിൽ പെട്ടുപോയതാണ്. കാരണം ഈ നോട്ട് നിരോധനം വന്നപ്പോൾ ഇവിടെ ഒരു ദിവസം എൻ്റെ 35,000 റുപ്യയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് എവിടുന്നാടി കിട്ടിയേ? അപ്പോൾ ഒരു നിങ്ങളറിയാതെ പലപ്പോഴും അതിൽ പേഴ്സ് അടിച്ച് മാറ്റി വെച്ചതാ. അവിടെയാണ് ഞാൻ ഞെട്ടിപ്പോയത്. കാരണം എത്ര വൈദഗ്ധ്യമായിട്ടാണ്. അങ്ങനെ ഞാൻ അവൾക്ക് 5,000 റുപ്യ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ കൊടുക്കണം, ആ ഒരു ശ്രമേ. കാരണം ഞാൻ ഉറങ്ങുന്ന അളവ് നോക്കണം, ഉറങ്ങുന്ന സമയം നോക്കണം, ബാത്റൂമിൽ കയറിയോ നോക്കണം, അവിടെ പൈപ്പ് തുറന്നിട്ടുണ്ടോ നോക്കണം. ഇതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് എന്തൊരു സ്കില്ലാണ്. ആ സ്കില്ലിന് 5,000 കൊടുത്തിട്ടുണ്ട്, 30 ഞാൻ കൊടുത്തില്ല, കാരണം എൻ്റെ പൈസയാണല്ലോ. എന്തായാലും ഈ ചേച്ചിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഉടനെ വെളിച്ചപ്പാട് 2 ചാട്ടോട് ചാടി ചോദിക്കുന്നുണ്ട്, കുടുംബത്തിലെ കുലയിൽ നിന്നും ഓരോ ഇളയത് ഞാൻ അങ്ങോട്ട് ഇരിയട്ടെ എന്നാ. അപ്പോൾ ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ മറ്റേ അമ്പലത്തിലെ കമ്മിറ്റിക്കാർ എനിക്ക് പറഞ്ഞു തന്നെ, അതെന്ന് വെച്ചാൽ ചെറിയ പിള്ളേർ ഓരോ ആൾക്കാരെ ഞാൻ തട്ടിക്കളഞ്ഞാലോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. അപ്പോൾ സെക്രട്ടറി പറഞ്ഞ് നിങ്ങൾ ഉപദ്രവമൊന്നും ഉണ്ടാക്കരുത്, ചേച്ചി അടുത്ത ഉത്സവത്തിന് 2 പവൻ്റെ വള നിങ്ങൾക്ക് തരുന്ന. അയാൾക്കായിട്ട് പ്രസംഗിച്ച് പോയതല്ലോ, ഈ 1 പവൻ്റെ വള ഉണ്ടാക്കാൻ ചേച്ചി വിടുന്ന കഷ്ടപ്പാട്. അങ്ങനെ ഞാൻ അന്ന് പ്രഭാഷണം നടത്തി. ഇതാണോ ദൈവത്തിൻ്റെ പണി? കാര്യങ്ങൾ നേരെയാവാൻ വള ചോദിക്കുക, അത് കിട്ടിയില്ലെങ്കിൽ കുടുംബത്തിലെ ആൾക്കാരെ ശരിപ്പെടുത്തുന്നറിയുക, വഴിപാട് മറന്നുപോയാലും നമ്മളെ ഉപദ്രവിക്കുക. ഇതൊക്കെയാണോ സത്യത്തിൽ ഈ ഭഗവാന്റെ പണി? അഖണ്ഡകോടി ബ്രഹ്മാണ്ടങ്ങളെ ജനിപ്പിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ഭഗവാന് നിങ്ങളെ വള കിട്ടിയിട്ട് വേണോ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്? അതല്ല എന്ന് ബുദ്ധിപരമായി എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. ആ ഭയം സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. എന്തായാലും 30% ആൾക്കാർ പോകുന്നത് ഈ ഭയം കൊണ്ടാണെങ്കിൽ അടുത്ത ഒരു 30% ആൾക്കാർ അമ്പലത്തിൽ പോകുന്നത് ചില ബിസിനസ്സുകൾ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ എന്തെങ്കിലുമൊക്കെ നേരും, അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ശരിയാക്കി തന്നാൽ ഞാൻ ഈ സാധനം തരും എന്ന് പറയാനാണ്. അതായത് ഗുരുവായൂരപ്പനോട് പറയാണ്, മോളെ കല്യാണം ശരിയാക്കിയാൽ ഞാൻ 500 റുപ്യേൻ്റെ പാൽപ്പായസം ഇവിടെ കഴിക്കുന്നുള്ളതാണ്. അതിന് വേറൊരു ഭാഷ എന്താണെന്ന് വെച്ചാൽ, നിനക്ക് 500 റുപ്യേൻ്റെ പാൽപ്പായസം വേണമെങ്കിൽ എൻ്റെ മോളെ കല്യാണം നടത്തി തന്നോ എന്നാണ്. ബ്രോക്കർ പണിയും കൂടി മൂപ്പരെടുക്കണം. അങ്ങനെ കല്യാണം ശരിയായ മൂപ്പർക്ക് പാൽപ്പായസം കിട്ടും, ഇല്ലെങ്കിൽ ആ പാവത്തിന് പാൽപ്പായസം നഷ്ടപ്പെടും. ഭഗവാനെക്കുറിച്ചുള്ള നമ്മളെ ചിന്തയും ധാരണയാണ് ഞാൻ പറയുന്നത്. അവിടെ ഒരു സംശയം, നമ്മളെ കാശ് വാങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളാണോ ഭഗവാൻ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ആണ് എന്നൊക്കെ ചർച്ച ചെയ്യാം. അവിടെ ഒരു സംശയമുള്ളത്, ഭഗവാന്റെ അടുത്തായിട്ട് ഓരോ ആൾക്കാർ പ്രാർത്ഥിക്കും. പ്രാർത്ഥന സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല. പ്രാർത്ഥന നടക്കാനും പാടില്ല. നടന്നാൽ വലിയ അപകടം.
കാരണം ഈ ഡോക്ടർമാർ രാവിലെ തന്നെ കുളിച്ച് പുറപ്പെട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്താ പറയുക നല്ല ബിസിനസ് ഉണ്ടാവണേന്നാ. അതായത് നാട്ടിലെല്ലാവരും രോഗികളാവണം, മിനിമം 2 സർജറി എങ്കിലും കിട്ടണമെന്നാണ്. വക്കീലന്മാർ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന ഭഗവാനെ നല്ല കേസ് കിട്ടണമെന്നാ. ഒരു 5-6 ബലാത്സംഗ കേസും 2-3 കത്തിക്കുത്തും അക്രമമൊക്കെ ഉണ്ടായിക്കോട്ടെന്നാ. ഇവരൊക്കെ പ്രാർത്ഥന നടന്നാൽ ലോകത്തിൻ്റെ അവസ്ഥ എന്താ? തമ്മിൽ ഭേദം കള്ളനാണ് ആരോ പറഞ്ഞത്. കള്ളൻ രാവിലെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, ഭഗവാൻ എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടണേന്നാ, എല്ലാവർക്കും പൈസ ഉണ്ടാവണേന്നാ പ്രാർത്ഥിക്കുക. അയാളെ പ്രാർത്ഥന നടന്നാൽ മാത്രമേ ലോകത്തിന് ഗുണമുള്ളൂ. വേറെ ആരെ പ്രാർത്ഥന നടന്നാലും ഇല്ലേ? ശാപ്പട്ടിക്കാരൻ എന്താ പ്രാർത്ഥിക്കുക? നല്ല ബിസിനസ് ഉണ്ടാവണേന്നല്ലേ. ഈ ശാപ്പട്ടിക്കാരൻ ബിസിനസ് ഉണ്ടാവുക എന്നാണ് അതിൻ്റെ അർത്ഥം. വെച്ചു ആരും മരിക്കേണ്ടതെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ആരാണ് പഠിപ്പിച്ചത്? ഈ നമ്മൾ ഭഗവാന്റെ അടുത്തോട്ട് ബിസിനസ് ചെയ്യാണ് വേണ്ടത്, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അതിലും കുറേ തരത്തിൽ വിഷയങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരാൾ പോയി പറയാണ് ഭഗവാനെ പിന്നെ കള്ളു കുടിക്കണ ഭർത്താവ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, എന്താ ഭഗവാൻ എനിക്ക് ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം മുടങ്ങാതെ ഒരു ചെറിയ പെഗ് മുടങ്ങാതെ തരണം എന്നുള്ളതാണ്. എന്നാൽ അയാളെ ഭാര്യ പോയി പ്രാർത്ഥിക്കുക, എൻ്റെ ഭർത്താവിന് കള്ള് കിട്ടരുത് എന്നാണ്. ഇതിൽ ആരെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിൽ ഭാര്യേൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ തെറ്റി. കാരണം നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യം അല്ലെ മറ്റൊരാളുടെ ആവശ്യം നിങ്ങൾക്ക് അനാവശ്യമാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം ലോകത്ത് മറ്റെല്ലാവർക്കും അനാവശ്യമാണ്. അതുകൊണ്ട് ഇതിലൊന്നും മൂപ്പർ ഇടപെടും എന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കും? ഇത് അടുത്ത തലമുറ നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഞാൻ ഇത് ചോദിച്ചില്ലെങ്കിൽ നാളെ നിങ്ങളുടെ 8ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി നിങ്ങളെ എടുത്തു വന്ന് ചോദിക്കും. ആ സമയത്ത് ബബ്ബ അടിക്കേണ്ട എന്ന് കരുതിയിട്ട് ഇത് ഞാൻ തന്നെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഉത്തരം ആവശ്യമുണ്ട്, പറയാം. നിങ്ങൾ എന്താഗ്രഹിച്ചാലും എന്ത് പ്രാർത്ഥിച്ചാലും നടക്കും. പക്ഷേ അതിൻ്റെ സയൻസ് വേറെയാണ്. നിങ്ങളുടെ ഡിമാൻഡ് കൊണ്ടല്ല അത് തരുന്നത്. അതിനൊരു സയൻസ് ഉണ്ട്, അത് ഇതല്ല. നോക്കാം, നമുക്ക് പറയാം. ഇനി അടുത്ത 40% ആൾക്കാർ അമ്പലത്തിൽ പോകണം എന്തിനാന്ന് വെച്ചാൽ വേറെ ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാനാണ്. അതില്ല എന്നൊക്കെ നിങ്ങൾ പറയും, പക്ഷേ അങ്ങനെ ധാരാളം നടക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഈ അവിടുത്തെ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയാം, അവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഭയങ്കര തിരക്കാണ്. ഞാൻ അതെന്താ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയാണല്ലോ ശത്രുസംഹാര പൂജ ഉള്ളത്. അതിന് ഇവിടുന്നൊക്കെയോ ആൾക്കാർ കാറും വിളിച്ച് വരും. അവിടെയുള്ള അവിടെ പൂജ ചെയ്യുന്ന സതീഷിൻ്റെ സുഹൃത്ത്. അങ്ങനെ സതീഷ് അവിടെ പൂജ ചെയ്യുമ്പോൾ ഒരു ചേച്ചി വന്ന് സതീഷിനെ ഷൂ എന്ന് വിളിച്ചു. അങ്ങനെയാണല്ലോ, ന്യൂ ജനറേഷൻ ആണല്ലോ. അപ്പോൾ സതീഷ് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി ഒരു കടലാസും എന്തോ ഒരു സാധനം ചുരുട്ടി കൊടുത്ത് നോക്കിയ ശത്രുസംഹാര പൂജ ഇത് ചെയ്യാൻ വേണ്ടി അകത്തേക്ക് പോകുമ്പോൾ ഈ ചേച്ചി സതീഷിനെ ഷൂ എന്ന് വീണ്ടും വിളിച്ചു. ഇയാൾ വെച്ച് എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറയാം, കൊല്ലേണ്ട, കയ്യും കാലും പൊട്ടിച്ച് വിട്ടാൽ മതി. ഈ ചേച്ചീൻ്റെ ധാരണ ഇയാൾ ഈ അകത്ത് കയറി ഷീട്ട് പറഞ്ഞ ആളെ പേരിൽ ശത്രുസംഹാരം ചെയ്യുമ്പോൾ ഇയാളങ്ങ് മരിച്ചു എന്നാണ്. മരിക്കാളും ഷീട്ട് കൊടുത്തത് ഭർത്താവിൻ്റെ പേരിലായിരിക്കും. അതുകൊണ്ടാണല്ലോ കൊല്ലണ്ടെന്ന് പേടിപ്പിച്ച് വിട്ടാൽ മതി എന്ന് പറയുന്നത്. ഇതൊക്കെയാണോ സനാതന സംസ്കാരം എന്നാണ് എൻ്റെ ചോദ്യം. എന്തായാലും ഈ അമ്പലത്തിൽ തിരക്ക് കൂടി കണ്ടിട്ട്, നാട്ടിൽ പിന്നെ ആൾക്കാരെ വഴിപാടിൻ്റെ തിരക്ക് കണ്ടിട്ട്, ഇതൊന്നും ഉത്സവത്തിന് കൂടുന്ന ആൾക്കാരെ തിരക്ക് ഇതൊന്നും കണ്ടിട്ട് ഹിന്ദു ഉണർന്നു എന്ന് വിചാരിക്കരുത്. ഹിന്ദുവിൻ്റെ യഥാർത്ഥ ഉയർച്ചനെ കാണിക്കാൻ വേണ്ടി ഞാൻ 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ഞാനൊരു യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു കുട്ടി എന്നെ പരിചയപ്പെട്ടത്, എൻ്റെ പേര് അശ്വതി എന്നാണ്, ഒരു ഹിന്ദുവായി ജനിച്ചതിൽ ഞാൻ അങ്ങേയറ്റം ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ മോൾ എന്തിനാണ് ഹിന്ദുവായിട്ട് ജനിച്ചതിൽ ലജ്ജിക്കുന്നത്? അപ്പോൾ എന്നോട് ചോദിച്ചത്, സാറേ ആനേൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലായിട്ട് ഒരു ജീവി ഉണ്ടാവും, അതൊക്കെ സ്റ്റുപ്പിഡിറ്റി അല്ലേന്നാണ്. ഞാൻ പറഞ്ഞു, സ്റ്റുപ്പിഡിറ്റിയാണ്. വിവരവും വിദ്യാഭ്യാസമുള്ള നിങ്ങൾ ഈ സ്റ്റുപ്പിഡിറ്റിനെയാണ് പൂജിച്ച് നടക്കുന്നതെന്നാണ്. അത് മാത്രമല്ല, ഒരുപാട് സ്റ്റുപ്പിഡിറ്റി വേറെ ഉണ്ട്. ഈ വലിയ ജീവി സഞ്ചരിക്കുന്ന എലീൻ്റെ പുറത്താണ്. എലീൻ്റെ പുറത്ത് ജീവി കയറി എലിയിലൂടെ ഫോട്ടോസ് എടുത്തോണായി പോലെ. ഹിന്ദു ദൈവങ്ങൾക്കൊക്കെ 5ഉം 10ഉം കൈകളാണ്. ഈ കൈകളിലൊക്കെ ഭീകരായുധങ്ങളാണ്. ആരെങ്കിലും കണ്ട കുത്തി അങ്ങോട്ട് കൊല്ലുക, അതാണ് പരിപാടി. ജീസസ് ക്രൈസ്റ്റ് ഭൂമിയിൽ വന്നത് സ്നേഹത്തെക്കുറിച്ച് പറയാനാണ്. മുഹമ്മദ് നബി ഭൂമിയിൽ വന്നത് ത്യാഗത്തെക്കുറിച്ച് പറയാനാണ്. ഇവർ 2 പേരും ത്യാഗത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും പറയുമ്പോൾ ഹിന്ദു ദൈവങ്ങൾ അക്രമം, തീവ്രവാദം, കൊലപാതകം IPC 306, 307, 308 ഭീകര വകുപ്പാണ്. വെറും അതാനാ ഏതോ കുറേ വിഡ്ഢി കഥകൾ ഏതോ കാലത്ത് ആരോ എഴുതി വെച്ചതിനൊക്കെ ഫോളോ ചെയ്യുന്നവരല്ലേ നിങ്ങൾ? വളരെ നല്ല ചോദ്യം. നാളെ 13 വയസ്സുള്ള നിങ്ങളെ കുട്ടി നിങ്ങളെ വീട്ടിൽ വന്ന് നിങ്ങളോട് ചോദിക്കണം, അച്ഛാ എന്താണ് ഈ ആനേൻ്റെ തലയെ മനുഷ്യൻ്റെ ഉടലായിട്ട് ജീവിതമൊക്കെ സ്റ്റുപ്പിഡിറ്റി അല്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? നിങ്ങൾക്ക് പറയാം 3 ഉത്തരമേ ഉള്ളൂ. 1, അടി കിട്ടും. 2, കുരുത്തക്കേട്. 3, ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചാൽ ഈശ്വര കോപം ഉണ്ടാവുന്ന. പഴയ കാലത്തെ കുട്ടികളൊക്കെയാണെങ്കിൽ പേടിച്ച് മിണ്ടാതെ പോകുമായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെ പോണ കൂട്ടത്തിലല്ല. അവർ കൃത്യമായി ചോദ്യം ചോദിക്കും. നല്ല തലമുറയാണ് വളർന്നു വരുന്നത്. അവർക്ക് ഈ പറയുന്ന അവർ കൺവിൻസ്ഡ് ആണെങ്കിൽ
നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനേക്കാൾ കൃത്യമായിട്ട് ഇത് ഫോളോ ചെയ്യും. അവരെ കൺവിൻസ്ഡ് ആക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആ തരത്തിലുള്ള ചോദ്യങ്ങൾ, അത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ഇതൊരു ഇൻ്റലക്ച്വൽ വാറാണ് ശരിക്കും സനാതന സംസ്കാരത്തിനെതിരായിട്ടുള്ള. ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം ഒരുപാട് കഥകൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ, ഞാൻ ഈ തലതിരിഞ്ഞ ചോദ്യങ്ങളും തർക്കുത്തരങ്ങൾ എന്ന് പറയുന്നൊരു സീരീസ് കുറേ കാലം ചെയ്തിരുന്നു. അതായത് കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങൾ വരുന്നതിൽ ഇതേപോലത്തെ ഒരുപാട് ചോദ്യങ്ങൾ. അതിലൊരു ചോദ്യം, ഒരു കഥ, ഒരച്ഛനും മോളും കൂടി അമ്പലത്തിലേക്ക് പോകുമ്പോൾ, ഈ അമ്പലത്തിൽ സോപാനം ഉണ്ട്. സോപാനം ഒരു സിംഹത്തിൻ്റെ വയന്നവർ. കുട്ടി ചോദിക്കുകയാണ്, അച്ഛാ സിംഹം നമ്മളെ കടിക്കുമെന്ന്. അപ്പോൾ അച്ഛൻ പറയും, നീ എന്ത് വിവരക്കേടാ പറയുന്നത്, കരിങ്കലിൻ്റെ പ്രതിമയല്ലേ, അതെങ്ങനെയാണ് നമ്മളെ കടിക്കാനാണ്. അപ്പോൾ കുട്ടി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അകത്തുള്ളതോ എന്നാണ്. ഈ കരിങ്കൽ, അകത്തുള്ളതും കരിങ്കലിൻ്റെ പ്രതിമയാണല്ലോ. അകത്തുള്ള കരിങ്കലിൻ്റെ പ്രതിമ നിങ്ങൾ അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ സിംഹം നിങ്ങളെ കടിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഒരേ സ്ഥലത്ത് രണ്ട് നിയമം പാടില്ല എന്ന്. കഥ കഴിഞ്ഞു. എന്ത് നല്ല കഥയാണ്. ഇത്തരം ചോദ്യങ്ങൾ നമ്മളെ തലയിൽ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വളരെ മനോഹരമായൊരു കലാപരിപാടി ഇടക്കാലത്ത് സജീവമായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ കലാപരിപാടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഇപ്പം നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് എന്നാണ് അതിൻ്റെ പേര്. മുസ്ലിം പയ്യന്മാർ നമ്മളെ ഉയർന്ന സമുദായത്തിൽപ്പെട്ട കുട്ടി എല്ലാവരെയും ഒരു പ്രേമിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്തത്, അവരുടെ ടാർഗറ്റ് അനുസരിച്ച് ഒരു നായർ കുട്ടിയോ നമ്പൂരി കുട്ടിയോ ഒക്കെ ആണെങ്കിൽ വലിയ പ്രതിഫലമാണ് അതിന് കിട്ടുക. സാധാരണക്കാരൻ അത്രയല്ല. അങ്ങനെ ഒരു കുട്ടിയെ വേറൊരു പയ്യൻ ഇങ്ങനെ പ്രണയിച്ച് പോയി, വലിയ വിഷയമൊക്കെ ആയി. അങ്ങനെ ഞാൻ കുട്ടി കോടതിയിലെത്തി. വലിയ കഥയാണ്, പറയാൻ സമയമില്ല. എന്നാലും കോടതിയിൽ നിന്ന് ആ ജഡ്ജിക്ക് എന്തോ മനസ്സിലൊരു ഒരു 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 വിശ്വാസമുള്ള ആളായതുകൊണ്ട് അയാൾ പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യും, അച്ഛൻ്റെ അമ്മേനും കൂടെ ഒരാഴ്ച നിൽക്കൂ, 14 ദിവസം അച്ഛൻ്റെ അമ്മേനും കൂടെ നിൽക്കും, എന്നിട്ട് മോൾ തീരുമാനം എടുത്താൽ മതിതാ. അവൾ പറഞ്ഞു, അച്ഛനും അമ്മേനെ കൊല്ലുമെന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെ 2 പോലീസുകാരെ പാറാവ് നിർത്തി 14 ദിവസം. കുട്ടി ഒരു മുറിയിൽ, അച്ഛനും അടുത്ത മുറിയിൽ, ഒരു ബന്ധവുമില്ല. അവൾ നിസ്കരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, മതപഠനം നടക്കുന്നുണ്ട്. അവരോട് ഒന്നും പറയാൻ പാടില്ല, കാരണം കോടതി വിധിയാണ്. പോലീസുകാർ നോക്കുക ആരാ പോണത്, എന്താ പറയണമെന്നൊക്കെ. അങ്ങനെ 13-ാമത്തെ ദിവസം 13-ാം ദിവസം രാത്രി ഞാൻ ഈ കുട്ടീനെ കാണാൻ പോയി. അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 ആൾക്കാർ ഉടുത്തത് കാവ്യമുണ്ടായതുകൊണ്ട് ആ കുട്ടി ദൂരത്തുനിന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അവർ 2 ആൾ RSകാരാണ്, അവരോട് എനിക്ക് സംസാരിക്കാനില്ല എന്നാ. അവർക്ക് ആ പറമ്പ് കയറാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മുടി ഇങ്ങനെ നീട്ടി ബാക്കിൽ കെട്ടി നടക്കുന്നതിൻ്റെയും ജീൻസും ടീഷർട്ടും ഇടുന്നതിൻ്റെ ഗുണം മനസ്സിലായതെന്നാണ്. ഞാൻ ഈ മുടിയൊക്കെ നീട്ടി ബാക്കിൽ കെട്ടി ജീൻസും ടീഷർട്ടും ഇട്ടായതുകൊണ്ട് ഞാനെന്തൊരു ഫ്രീക്കനാണെന്ന് കരുതിയിട്ട് ആ കുട്ടി എന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പോയിരുന്നപ്പോൾ അവൾ എന്നോട് ചോദിച്ച 2-3 ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങളാണ്. അവൾ എന്നോട് ചോദിച്ചത്, നിങ്ങൾ സനാതന സംസ്കാരം അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ? ഞാൻ പറഞ്ഞു അതെ. നിങ്ങൾ വേദത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എല്ലാ വേദത്തെ അംഗീകരിക്കുന്നുണ്ട്. അടുത്ത അവളെ ചോദ്യം, വേദത്തിൽ വിഗ്രഹാരാധന ഉണ്ടോ? ഞാൻ പറഞ്ഞു വേദത്തിൽ വിഗ്രഹാരാധന ഇല്ല, വേദം വിഗ്രഹാരാധനയ്ക്കെതിരാണ്. അവൾ ചോദിച്ചത്, നിങ്ങൾ വിഗ്രഹാരാധനയ്ക്ക് വേദത്തെ അംഗീകരിക്കുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾ അമ്പലങ്ങളിൽ പോകുന്നു, വിഗ്രഹത്തെ ആരാധിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളാണോ ഞാനാണോ വേദത്തെ അനുസരിക്കുന്നത്? നല്ല ചോദ്യം. ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരു കമ്മിങ് ജനറേഷനിൽ വരുന്നത്. ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കുട്ടികളെ മതം മാറ്റാൻ വളരെ എളുപ്പമാണ്. ബുദ്ധിയില്ലാത്ത ഒരാളെ മതം മാറ്റാൻ പറ്റില്ല. കാരണം അവൻ എന്തൊക്കെ ബുദ്ധിപരമായി അവൻ വൈകുന്നേരം 5 മണി വരെ രവിചന്ദ്രൻ്റെ ക്ലാസ്സിൽ പോയിരുന്ന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും 5 മണിക്കാകുമ്പോൾ പറയും എനിക്ക് വീട്ടിൽ പോകണമെന്ന്. എനിക്ക് എന്തിനാ വീട്ടിൽ പോകണത്? എനിക്ക് കുലദേവതയ്ക്ക് വിളക്കെത്തിക്കേണ്ടതാണ്. അതുവരെ നിരീശ്വരവാദ കേട്ടത്, യുക്തിവാദ കേട്ടത്. പക്ഷെ 5 മണിയാകുമ്പം അവനവിടെ നിൽക്കക്കള്ളില്ല, എനിക്ക് എൻ്റെ ദേവതേൻ്റെ അടുത്ത് പോകണം എന്നുള്ള ചിന്ത വന്നു. അവൻ്റെ ബ്ലഡിൽ അത് അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. പക്ഷേ ബുദ്ധിയുള്ള ഒരാളെ മതം മാറ്റാൻ വളരെ എളുപ്പമാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൾ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി പൊട്ടിക്കരഞ്ഞ് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നോട് മാപ്പാക്കണം, ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അശ്വതി ഹിന്ദുവായി ജനിച്ചതിൽ ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞ മോള് എൻ്റെ 1.5 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്റ്റേജിൽ കയറി പറഞ്ഞത്, ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു ഹിന്ദുവായിട്ട് മരിക്കും എന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. 1.5 മണിക്കൂർ സമയം മതി നമ്മൾക്ക് ശരിയായ രീതിയിൽ കുട്ടികളെ മനസ്സിലാക്കിക്കാൻ. ആ മനസ്സിലായാൽ നമ്മളെക്കാൾ നല്ല വിശ്വാസികളാണ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ നല്ല ഹിന്ദുക്കളാണ് അവർ. നമ്മൾ നല്ല ഹിന്ദുക്കളല്ല. നമ്മൾക്ക് ഒരുപാട് വിശ്വാസം ഇതൊക്കെ പലപ്പോഴും നമ്മൾ പറയുന്ന പല ചിന്തകളും നമ്മൾക്ക് സെമിറ്റിക് മതങ്ങളിൽ നിന്ന് മറ്റെവിടുന്നൊക്കെയോ നമ്മളെ തലയിലേക്ക് വന്ന കാര്യങ്ങളാണ്. ഓക്കെ.
13 മിനിറ്റ് കൂടി ഉണ്ട് എനിക്ക്. എന്തായാലും ഞാൻ ഇത്രയും നേരം വിഷയങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി എന്താണ് ഇതിനൊരു പരിഹാരം? ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന പരിഹാരമല്ല. ഇത് എവിടെ നിന്നാണോ നമ്മൾക്ക് ഈ ഒരു അബദ്ധം ഉണ്ടായത്, എവിടെ നിന്നാണോ നമുക്ക്, കാരണം അനാദികാലമായി ലോകത്തുള്ള മറ്റെല്ലാ സംസ്കാരങ്ങൾ നശിച്ചപ്പോഴും ഭാരത സംസ്കാരം നശിച്ചിട്ടുണ്ടായിരുന്നില്ല. അനവധി കാലം മുഗളന്മാരുടെ കീഴിലായിരുന്നു ഭാരതം, എന്നിട്ട് പോലും നമ്മൾക്കൊരു ചുക്കും സംഭവിച്ചിട്ടില്ല. ലോകത്ത് സകലരും നമ്മളെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്, മാറിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ വലിയൊരു അപകടത്തിലാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം വന്നു. 1814 1815 മെക്കാളെ ഭാരതത്തിൽ വരുന്നത്. 1815 മുതൽ 24 വരെ, 1817 മുതൽ 24 വരെ 7 വർഷക്കാലം അയാൾ ഭാരതത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്. 1815 ഫെബ്രുവരി മാസം 1-ാം തീയതി ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ മെക്കാളെ ഒരു പേപ്പർ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ അയാൾ പറയുന്നത്, ഐ ഹാവ് ട്രാവൽഡ് അക്രോസ് ദ ലെങ്ത് ആൻഡ് ബ്രീത്ത് ഓഫ് ഇന്ത്യ. I have not seen one person who is beggar and one person who is thief. I do not think we never conquer this country unless we break the very backbone of this nation, which is her spiritual heritage and educational system. ഭാരതത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും ആചാരാനുഷ്ഠാനങ്ങളെയും തകർക്കാതെ നമുക്ക് ഭാരതത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ മെക്കാളേൻ്റെ അഭിപ്രായം അനുസരിച്ച് ഭാരതത്തിൽ മുഴുവൻ മിഷണറി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസം അവരെ ഏൽപ്പിച്ചു. നമ്മുടെ നാട്ടിലുള്ള എഴുത്തച്ഛൻ പള്ളികൾ, പള്ളിക്കൂടങ്ങൾ, എഴുത്തച്ഛൻ്റെ ഒക്കെ ഇത് മുഴുവൻ നിയമം മൂലം നിരോധിച്ചു. കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാൻ നിയമം കൊണ്ടുവന്നു. അങ്ങനെ നമ്മളൊക്കെ സ്കൂളിൽ പോയി പഠിക്കാൻ തുടങ്ങി. ആ സ്കൂളിൽ പഠിച്ച എല്ലാ സിലബസും ഉണ്ടാക്കിയത് വിദേശികളായിരുന്നു. അവിടെ നമ്മൾ പഠിച്ചു. ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ഐസക് ന്യൂട്ടനാണ്. അയാളെ തലയിൽ ചക്ക വീണപ്പോഴാണ് ഭൂഗുരുത്വാകർഷണം ഉണ്ടായത്. അത് ഞാനും നിങ്ങളൊക്കെ സ്കൂളിൽ പോയി പഠിച്ചു. അതിൻ്റെ എത്രയോ കാലം മുന്നേ പതഞ്ജലി ഭൂഗുരുത്വാകർഷണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. ഭൂമി ഉരുണ്ടതാണ് എന്ന് പറഞ്ഞത് മെഗല്ലനാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. അതിന് എത്രയോ കാലം മുന്നേ ഭൂമി ഉരുണ്ടതാണ്, ഭൂഗോള വർണ്ണനം എന്ന് പറയുന്നൊരു അധ്യായം ഭാഗവതത്തിലുണ്ട് എന്ന് നമ്മളാരും അന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദേശദേശാന്തര പ്രാപ്തം രാജ്യരാജ്യാന്തര പ്രാപ്തം ലോഹനിർമ്മിതം യന്ത്രം വിമാനമിത്യുച്യതേ എന്ന് സമ്മനാങ്കണ സൂത്രധാരയിൽ വിമാനത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മളാരും കേട്ടിട്ടില്ല. റൈറ്റ് സഹോദരന്മാരാണ് വിമാനം ഉണ്ടാക്കിയത് നമ്മൾ പഠിച്ചു. ഈ നമ്മളെ തലയിൽ നമ്മളെ കണ്ടുപിടുത്തങ്ങളൊക്കെ എല്ലാം പഠിപ്പിച്ചത് നമ്മളാക്കി മാറ്റിയത് ഭാരതത്തിൽ അനേകം രാജ്യങ്ങളായി തമ്മിൽ തല്ലിയിരുന്ന ഒരു രാജ്യത്തെ ഭാരതം എന്നാൽ ഇന്ത്യ എന്ന രാഷ്ട്രമാക്കിയത് വിദേശിയാണെന്ന് നമ്മളെ ചരിത്രത്തിൽ പഠിപ്പിച്ചു. അതിനു മുമ്പേ കാശ്മീരും കേരളവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. കേരളത്തിലെ ശങ്കരാചാര്യർ കാശ്മീരിൽ പോയിട്ടുണ്ട് എന്ന് പറയാൻ നമ്മൾക്കാർക്കും നാവ് പൊങ്ങിയില്ല ആ സമയത്ത്. കാരണം നമ്മൾക്കതറിയില്ലായിരുന്നു. ആ പഠിച്ച അറിവ് ഇപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നത് നോക്കൂ, എന്തോ ഒരു ഗതികേടാണെന്നറിയോ. എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയുന്നത് ശരിയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷിലൊരു കോട്ട് പറയണം. സർ ഐസക് ന്യൂട്ടൻ അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് അമേരിക്ക തെളിയിച്ചിട്ടുണ്ട്, അല്ലെ ഇന്ന ശാസ്ത്രജ്ഞൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ സമ്മതിക്കുമോ? ഭാരതത്തിൽ ഋഷി അത് പറഞ്ഞിട്ടുണ്ട്, കപില മഹർഷി അത് പറഞ്ഞിട്ടുണ്ട്, വിശ്വാമിത്രൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ല. നിങ്ങളിൽ ഒരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ കുറേ കാലമായി നമ്മളെ തലയിൽ, നമ്മളെ തലച്ചോറ് വിദേശി നിർമ്മിച്ചതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് ഭാഷയാണ് പ്രൗഢമായത്, ബ്രിട്ടീഷ് സംസ്കാരമാണ് ഉദാത്തമായത് എന്ന് ഓരോരുത്തർക്കും തോന്നണം. തൻ്റെ പൂർവികർ അന്ധവിശ്വാസികളായിരുന്നു എന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് തോന്നണം. അങ്ങനെയാണ് മെക്കാളേൻ്റെ സിലബസ് ഉണ്ടായത്. നമ്മളോട് പഠിപ്പിച്ചു നമ്മുടെ നാട്ടിലൊക്കെ സതിയായിരുന്നു. സ്ത്രീകൾ മരിച്ചാൽ, അല്ലെ ഭർത്താവ് മരിക്കുമ്പോൾ സ്ത്രീകളെ കൊണ്ടുപോയി നമ്മൾ ചെതയിലിട്ട് കൊന്നിട്ടുണ്ട്. അതൊക്കെ ബ്രിട്ടീഷുകാരാണ് നിർത്തലാക്കിയത്, മഹാത്മാക്കളായ ബ്രിട്ടീഷുകാർ. ഇല്ലെങ്കിൽ നമ്മളെല്ലാ സ്ത്രീകളും ഭർത്താവ് മരിക്കുമ്പോൾ തീ ചാടി മരിച്ചു പോയിരുന്നു അല്ലേ. എവിടെയാണ് സതി ഉണ്ടായത്? ഗസ്നീൻ്റെ ആൾക്കാർ, ഗോറീൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് യുദ്ധത്തിൽ പുരുഷന്മാരെ അനവധി പ്രാവശ്യം അവർ തോറ്റിട്ട് വരെ വെറുതെ വിട്ടതാണ്. എപ്പോഴോ ഒന്ന് ഇവിടുന്ന് തോറ്റപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ രജപുത്രന്മാർ ചതിയിൽ തോൽപ്പിച്ചപ്പോൾ ആ പട്ടാളക്കാരെയൊക്കെ കൊന്ന് സ്ത്രീകളെ കട്ടുകൊണ്ടുപോയി അതിൽ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി അവർ നോക്കിയപ്പോൾ
ഈ ഭർത്താക്കന്മാരെ മരിച്ചപ്പോൾ സ്ത്രീകൾ ഞങ്ങളെ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വലിയ ഹോമകുണ്ടം കൂട്ടി അതിൻ്റെ അകത്തേക്ക് എടുത്ത് ചാടിയവരാണ് നമ്മളമ്മമാർ. അതാണ് മഹാസതി. അല്ലാണ്ട് ബാലി മരിച്ചപ്പോൾ താരേനെ നമ്മൾ ഉന്തിത്തള്ളി ചെതയിലിട്ട് കൊന്നിട്ടില്ല. നമ്മളെ പുരാണങ്ങൾ എവിടെയും നമുക്ക് സതീനെ പരാമർശം കാണാനില്ല. പക്ഷെ നമ്മുടെ നാവ് പൊങ്ങിയില്ല അത് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾക്കത് അറിയില്ലായിരുന്നു എന്ന് പറയാം. നമ്മളോട് പറഞ്ഞു കേരളം ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമി ഇവിടെ വന്ന് പറഞ്ഞു. ഇവിടുത്തെ ജാതി കണ്ടിട്ടേ ഇവിടുത്തെ ഭ്രാന്താലയാന്ന് പറഞ്ഞു അല്ലേ. ഇവിടുന്ന് വരുന്ന ആൾ കൽക്കട്ടയിൽ നിന്ന് ഇതിനേക്കാൾ വലിയ ജാതി പ്രശ്നം അന്നും ഇന്നും അവിടെ ഉണ്ട്. എന്നിട്ട് അവിടുന്ന് വരുന്ന ആൾ ഇവിടുത്തെ ജാതി കണ്ടിട്ട് പറയുക ഇവിടെ ഭ്രാന്താലയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഭ്രാന്താലയം എന്ന് പറഞ്ഞത്? ഇന്ന് താഴ്ന്ന ജാതിയിലുള്ള ഒരാൾ നാളെ പൊന്നാനി പോയി തൊപ്പിയിട്ട് വന്നാൽ അവന് ഉയർന്ന ജാതിക്കാരൻ്റെ കൂടെ ഇരിക്കാം. മതം മാറ്റം കണ്ടിട്ടാണ് കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞത്. അതാരും അഡ്രസ്സ് ചെയ്തിട്ടില്ല. എവിടെയാണോ നമ്മളെ സ്വത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് അവിടെ മുതൽ നമുക്ക് തുടങ്ങണം. എന്താണ് ദേവി മഹാത്മ്യം? എന്താണ് ലളിതാ സഹസ്രനാമം? ലളിതാ സഹസ്രനാമമൊക്കെ പഠിക്കുന്ന സമയത്ത് സാധാരണ നമ്മളൊക്കെ ധാരണ ലളിതാ സഹസ്രനാമം നമ്മൾ ചൊല്ലിയാൽ മേഘത്തിൻ്റെ അപ്പുറത്ത് എവിടെയോ ഇരുന്ന് നമ്മൾ ചൊല്ലുന്ന ദേവി കേട്ടിട്ട് സുമതി ഒരു പ്രാവശ്യം ചൊല്ലിയിട്ട് അതിന് അനുഗ്രഹം കൊടുത്തേക്കാം. അയ്യോ മറ്റേ ദാക്ഷായണി ചൊല്ലിയാൽ 2 അക്ഷരം തെറ്റിപ്പോയിട്ടുണ്ട്, നശിപ്പിച്ച് കളയാം എന്നൊക്കെ കരുതും ഉള്ള ചിന്തയിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇത് ചൊല്ലുന്നത്. അങ്ങനെയല്ല. ലളിതാ സഹസ്രനാമം ലോകത്തെ ഏറ്റവും വലിയ ഒരു ശാസ്ത്ര ടെക്സ്റ്റാണ്. എങ്ങനെയാണ് പ്രപഞ്ചമുണ്ടായത് എന്ന് പറയുന്നതിന് എത്രയോ കാലം മുന്നേ, അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ ലോകത്തിനെക്കുറിച്ച് ലോകത്തിന് 4മതൊരു മാനമുണ്ട്, അത് ടൈം ആൻഡ് സ്പേസ് ആണ് എന്ന് 18ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിച്ചത്. ആൽബർട്ട് ഐൻസ്റ്റീനാണ് പറഞ്ഞത് 4മതൊരു മാനമുണ്ട്, അത് ടൈം സ്പേസ് കണ്ടിന്യൂവും ആണ്. എത്രയോ കാലം മുന്നേ ലളിതാ സഹസ്രനാമത്തിൽ ദേശകാല പരിച്ഛിന്ന എന്ന് നമ്മൾ ദേവിയെ വിളിച്ചിരുന്നു. ദേശകാല പരിച്ഛിന്ന, ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂവും ആണ് പ്രപഞ്ചം നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ നമ്മൾക്ക് ലളിതാ സഹസ്രനാമത്തിൽ നിന്ന് ഈ ശാസ്ത്രത്തെ വേർതിരിച്ചെടുക്കാൻ സാധിച്ചില്ല. ഫിലോസഫിക്കലി നമ്മൾ പഠിച്ചില്ല. അക്കാഡമിക്കലി നമ്മളതിനെ നമുക്ക് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. കാരണം ഇതൊക്കെ സംസ്കൃതത്തിലായിരുന്നു. നമ്മളാരും സംസ്കൃതം പഠിച്ചില്ല. അതും നമ്മളെ കയ്യിൽ നിന്ന് പോയി. ഇംഗ്ലീഷ് ഭാഷയാണ് പ്രൗഢമായത് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. അതിലെ ഒരുപാട് ഞാൻ ഒരു ഉദാഹരണത്തിന് മാത്രം ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കാര്യം, ദേവീൻ്റെ രാഗസ്വരൂപ ഭാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക. എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പ് എന്തായിരുന്നു എന്ന് വളരെ കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്ന 4 വരികളാണ്. ദേവീൻ്റെ കയ്യിലെ പാശവും അങ്കുശവും, അതുപോലെ തന്നെ പഞ്ചബാണങ്ങളും കരിമ്പിൻ്റെ വില്ലും. പാശവും അങ്കുശവും, പാശം അടുപ്പിക്കുന്നതാണ്, അങ്കുശം അകറ്റുന്നതാണ്. അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷനെ കുറിച്ച് ദേവി പറഞ്ഞിട്ടുണ്ട്. പഞ്ചബാണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മനസ്സ്, മനോരൂപേക്ഷു കൊതണ്ട, മനസ്സാവുന്ന ബോധമാവുന്ന വില്ല്, പഞ്ചബാണങ്ങൾ. അതാണ് 5 തന്മാത്രകൾ. 5 തന്മാത്രകളിൽ നിന്നാണ് ശുദ്ധബോധം എങ്ങനെയാണ് പ്രപഞ്ചമായി മാറിയത് എന്ന് കാശ്മീര ശൈവത്തിൽ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നതിനെ വളരെ ചുരുക്കി ലളിതാ സഹസ്രനാമത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഈ വരിയിൽ അത് ചുരുക്കി പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ബിഗ് ബാങ് തിയറിയിൽ കുടുങ്ങി കിടക്കുക. അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് ഈ ശാസ്ത്രവും ഈ അടിസ്ഥാനപരമായ ഹിന്ദുവിൻ്റെ ഫിലോസഫി നഷ്ടപ്പെട്ടു. ഇന്നും നോക്കൂ, ഒരു ഗതികേട്. പലപ്പോഴും ഇന്ന് പല ടെക്സ്റ്റിൻ്റെയും റെഫറൻസ് സർ ജോൺ വുഡ്രോഫിൻ്റെ റെഫറൻസ് നോക്കണം. നമ്മളൊരു ഗ്രന്ഥത്തിന് ഒരു വ്യാഖ്യാനം എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ അതിന് എല്ലാത്തിനും വ്യാഖ്യാനം എഴുതിയത് വിദേശികളാണ്. അവരുടെ കാഴ്ചപ്പാടിൽ എഴുതിയത്. നമ്മൾ അതിനെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റിയത് ശാസ്ത്രം പഠിച്ചില്ല. നമ്മൾ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഫിലോസഫിക്കലി ശാസ്ത്രം പഠിക്കണം. ഭാരതത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും നമ്മളുടെ ശാസ്ത്രം പഠിപ്പിക്കാൻ തുടങ്ങണം. അതിനുള്ള വലിയൊരു ശ്രമം കഴിഞ്ഞ 5 വർഷമായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിനെ IKS, ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഭാരതീയ വിജ്ഞാന ശാഖ എന്ന് പറയുന്ന ഒരു ശാഖ തുടങ്ങുകയും ഭാരതത്തിലെ ശാസ്ത്രങ്ങളെ പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ യൂണിവേഴ്സിറ്റികളും നടപ്പിലാക്കുകയും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആ മേഖലയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഇന്ന് ലോകം ആ രീതിയിൽ പഠിക്കുകയാണ്. ഇപ്പോൾ തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ശാസ്ത്രം, തന്ത്രശാസ്ത്രത്തിൽ കാശ്മീര ശൈവം എന്ന് പറയുന്ന തന്ത്രത്തിലെ ഏറ്റവും ബേസ് ആയിട്ടുള്ളൊരു ഫിലോസഫി ഇന്ന് ലോകം മുഴുവൻ പഠിക്കുന്നുണ്ട്. അത് പഠിച്ച അതിൽ സ്കോളറായുള്ള ഒരാൾ അലക്സ് ആൻഡിസൺ എന്ന് പറയുന്ന അമേരിക്കയിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിൻ്റെ വൈസ് ചാൻസലറാണ്. അയാൾക്ക് ഇതിൻ്റെ ഫിലോസഫി അറിയാം. തന്ത്രത്തിൻ്റെ ഫിലോസഫി കൃത്യമായി അയാൾ പറഞ്ഞുതരും. എന്താണ് തന്ത്രം, എന്താണ്
തന്ത്രത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ക്ഷേത്രം എന്ന് അയാൾ പറഞ്ഞുതരും. അതിൻ്റെ ഫിലോസഫി അയാൾക്ക് അറിയാം. അതുകൊണ്ട് അയാൾ ലോക ആരാധ്യനാണ്, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരാൾ. കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ തന്ത്രശാസ്ത്രത്തിനെക്കുറിച്ചുള്ള അറിവുള്ള ഒരാൾ, ലോകം മുഴുവൻ അയാൾ ബഹുമാനിക്കുമ്പോൾ ആ തന്ത്രശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ നമ്പൂരിമാരെ അവസ്ഥ എന്താണെന്നറിയോ? ഒറ്റയൊന്നിന് പെണ്ണ് കിട്ടാനില്ല. പലപ്പോഴും ഒന്ന് പത്രത്തിലൊക്കെ മാട്രിമോണിയിൽ ഗതികെട്ടൊരു വാർത്ത കാണാം. അതെന്താ കാണാം, പെൺകുട്ടിക്ക് ഇന്ന ഒരു പെൺകുട്ടിക്ക് വിവാഹാലോചന സോൻസോ എന്നൊക്കെ എഴുതിയിട്ട് അവസാനം അടിയിൽ എഴുതിയിട്ടുണ്ടാവും ശാന്തിയുമാവാം. അതായത് വേറെ ആരും എടുക്കാത്തൊരു സാധനമാണ്, ഇത് ഞങ്ങൾ വേണം എടുത്തോളാം, എടുക്കാത്ത നോട്ടൊക്കെ പിന്നെ ബാങ്ക് എടുത്തോളാം എന്ന് പറയുന്ന മാതിരിയാ. ഇവരെ വേറെ ആരും എടുക്കൂല, ഞങ്ങൾ എടുത്തോളാം എന്ന് പറയാം. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന, ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു ശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഇവിടുത്തെ നമ്പൂരിമാരെ അവസ്ഥ ഇതാണ്. എന്തുകൊണ്ട് ആ അവസ്ഥ വന്നത്? ഇതിനെ ഫിലോസഫിക്കലി പഠിച്ചില്ല. എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവർക്കും അറിയില്ല. ഇവർ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. ഈ പറയുന്ന ലോകത്ത് എണ്ണം പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നതിന് മുമ്പ് ഈ വിഷയത്തെ പറഞ്ഞു വെച്ചവരാണ്, അത് ജീവിതത്തിൽ നടപ്പിലാക്കുന്നവരാണ്, നിത്യം ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് ഈ വില ഇല്ലാത്ത അവസ്ഥയിലേക്ക് വന്നു? അതിനെ വേണ്ട രീതിയിൽ ഫിലോസഫിക്കലി പഠിച്ചില്ല. അതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. പിന്നെ നമ്മളതായ ചില വിഷയങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ജാതിപരമായി ഉണ്ടായ പല വിഷയങ്ങളും ഒക്കെ നമ്മളെ ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായിട്ട്, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇവിടെ ജാതി മതം നോക്കാതെ ഇവിടെ ശാസ്ത്രം നമ്മൾ ആവശ്യമുള്ള ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് വേണ്ടത്, ഒരു മിനിറ്റും കൂടിയുള്ളൂ, കൺക്ലൂഷൻ. ഇപ്പോൾ ചെയ്യുന്ന വർക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. കുറച്ചും കൂടി ഫോക്കസ്ഡായി നല്ലൊരു സിലബസ് ഉണ്ടാക്കി ഫോക്കസ് ചെയ്യേണ്ടത് വരുന്നൊരു തലമുറയാണ്. അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ കുറേ ക്ലാസ് വെച്ചിട്ട് പുതിയ തലമുറയൊന്നും കേൾക്കാൻ വരുന്നത്, നിങ്ങൾ പഴയ കഥയും പറഞ്ഞിരുന്നാൽ പുരാണം പറഞ്ഞിരുന്നവർ കേൾക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ ഭാഷയെ സംസാരിക്കണം. എൻ്റെ ക്ലാസ്, ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുക്കുന്നത് അമേരിക്കയിലും കാനഡയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എന്തൊരു താല്പര്യത്തോടു കൂടിയാണ് അവർ പഠിക്കുന്നതെന്നറിയോ, എന്തൊരു ഗവേഷണമാണ് നടക്കുന്നതെന്നറിയോ. ഞാനൊരിക്കലും കാളിയെക്കുറിച്ച് അവർക്കൊരു ക്ലാസ് എടുത്തപ്പോൾ ആ ക്ലാസ് കഴിഞ്ഞ് രാത്രി ഞാൻ കടന്നുറങ്ങുമ്പോൾ, അവർക്ക് പകലാണ്, രാത്രി ഞാനിവിടെ കടന്നുറങ്ങുമ്പോൾ രാത്രി 2 മണിക്ക് ഈ ഫോൺ വരികയാണ്. ഞാൻ ഫോൺ എടുത്തപ്പോൾ അവിടുന്ന് ഒരു കുട്ടി വിളിച്ചു പറയാം, സാറേ എന്തൊരു സന്തോഷമാണ് അവർക്ക്. അവർ പറയാം, സാറേ കാളിക്ക് കറുപ്പ് നിറം വന്നത് അത് ബ്ലാക്ക് ഹോൾ ആയതുകൊണ്ടാണ്, അവൾ ഗ്രസിക്കുന്നവളാണ്, അപ്പോൾ കാളി എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോൾ ആണെന്നുള്ള ചിന്ത ആ കുട്ടി പറയേണ്ട. എന്തൊരു വലിയ ചിന്തയാണ്. നമ്മളിവിടെ എപ്പോഴും കാളീനെ പേടിച്ച് വീട്ടിൽ നിന്ന് കാളീൻ്റെ ഫോട്ടോ എടുത്തിട്ട് ദൂരെ കളിയല്ലേ. ഈ കാളീൻ്റെ കഴുത്തിൽ മറ്റേ വാളാണ്, വാളിൻ്റെ മുകളിൽ ചോരയാണ്, കഴുത്തിൽ തലയോട്ടി മാലയാണ്, ഇതൊന്നും വീട്ടിൽ വെച്ചാൽ കുട്ടികൾ കണ്ട് പേടിക്കും, ഇതൊന്നും വീട്ടിൽ വെക്കാൻ പാടില്ല എന്നാണ്. കൃഷ്ണൻ്റെ കയ്യിൽ ഓടക്കോലെടുത്ത് മാറ്റി, കാളീൻ്റെ കഴുത്തിൽ തലയോട്ടി എടുത്ത് മാറ്റി, നരസിംഹത്തിൻ്റെ ഫോട്ടോ വീട്ടിൽ നിന്ന് മാറ്റി, പകരം നമ്മൾ ചിരിച്ചിരിക്കുന്ന ദേവതകളെ കൊണ്ടുവച്ചു. മനുഷ്യൻ്റെ, ഹിന്ദുവിൻ്റെ ആർജവം നഷ്ടപ്പെട്ടു. ആധ്യാത്മികത എന്ന് പറയുന്നത് പ്രായമുള്ള സമയത്ത് വയസ്സുകാലത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള തോന്നൽ നമ്മൾ തന്നെ ഉണ്ടാക്കി. രാമായണ മാസം തുടങ്ങുന്ന അന്ന് ഒരു പത്രത്തിൽ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാം. രാമായണ മാസം തുടങ്ങുന്ന അന്ന് പുണ്യ മാസം, രാമായണ മാസം തുടങ്ങി എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടാവും. അതിൽ നോക്കിയാൽ 97 വയസ്സുള്ള ഒരു മുത്തശ്ശി കാല് നീട്ടിയിരിക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്ത് നിലവിളക്കും കാണാം. രാമായണ മാസത്തിൻ്റെ ഫോട്ടോ. എന്നാൽ തൊട്ടടുത്ത നബിദിനം വരുമ്പം അതേ ദിവസം കാണാം റംസാൻ തുടങ്ങി, പുണ്യദിനം തുടങ്ങി എന്നിട്ട് ഒരു 5 വയസ്സുള്ള കുട്ടി തലയിൽ ഒരു തൊപ്പി ഇട്ടിട്ട് ആ മദ്രസയിലേക്ക് ഖുർആനായിട്ട് ഓടുന്നത് കാണാം. 2 ഫോട്ടോ കാണാം. നമുക്ക് കിട്ടിയ മെസ്സേജ്, രാമായണം പഠിക്കേണ്ടത് 97 വയസ്സാകുമ്പോഴാണ്, ആധ്യാത്മികത പഠിക്കേണ്ടത് 50 വയസ്സ് കഴിഞ്ഞിട്ടാണ്, എന്നിട്ടാണ് ലളിതാസഹസ്രനാമം ചൊല്ലേണ്ടത്, കുട്ടികളൊന്നും ചെയ്യാൻ പാടില്ല, ഇതൊക്കെ പ്രായമാകുമ്പം വേണ്ട പദ്ധതിയാണെന്നുള്ളതാണ്. അല്ല, അവിടെ കൊടുക്കുന്ന മെസ്സേജ് 5 വയസ്സിലാണ് മതപഠനം തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ വരുന്ന കാഴ്ചപ്പാടുകളാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇൻ്റലക്ച്വലി നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട്. നമ്മളെ ഫോക്കസ് അടുത്തൊരു തലമുറയായിരിക്കണം. അവരിലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം. അവരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കണം. ആ ഭാഷയിൽ അവർക്കൊപ്പം ഇരിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് വലിയൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്ലാവിൻ്റെ മാവിൻ്റെ മുകളിലൊക്കെ ഇത്തിൽക്കണ്ണി എന്ന് പറയുന്നൊരു സാധനം കയറും. ആ ഇത്തിൽക്കണ്ണി പ്ലാവിൻ്റെ മുകളിലും കയറിയിട്ട് ഇങ്ങനെ പച്ചപ്പായിട്ട് നിൽക്കുക. ദൂരത്തുനിന്ന് കാണുമ്പോൾ നമ്മളായിരിക്കും മാവ് ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. കാരണം ഇത്തിൽക്കണ്ണിക്കൊരു സ്വഭാവമുണ്ട്, മാവിൻ്റെ ഇലേൻ്റെ അതേമാതിരിയാണ് ഇത്തിൽക്കണ്ണീൻ്റെ ഇല ഉണ്ടാവുക. പക്ഷെ അടുത്ത് പോയി നോക്കിയാലേ മനസ്സിലാവും, മാവ് ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്തിൽക്കണ്ണിയാണ് വലുതായത്. മാവിനെയും ഇത്തിൽക്കണ്ണിനെയും അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇത്തിൽക്കണ്ണിയെ പറിച്ചു മാറ്റാൻ കഴിയൂ. ഇന്ന് അതേമാതിരിയാണ്. സനാതന സംസ്കാരം ഏതാണ്, സെമിറ്റിക് മതത്തിൻ്റെ കാര്യം ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. സകല പള്ളീൻ്റെ മുമ്പിൽ ഇന്ന് കൊടിമരം വെച്ചിട്ടുണ്ട്. എന്തിനാണ് പള്ളീൻ്റെ മുമ്പിൽ കൊടിമരവും ദീപസ്തംഭവും എനിക്ക് മനസ്സിലായിട്ടില്ല.
ധ്യാനം എന്നുള്ള വാക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോയി. ധ്യാനം കൂടുക എന്ന് പറയുന്നത് കൊണ്ടുപോയി. പുരോഹിതൻ പോയി. വൈദികൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ക്രിസ്ത്യൻ പുരോഹിതനാണ്. അറിയോ നിങ്ങൾ? വേദം പഠിച്ച ഒരാളല്ല വൈദികൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇന്ന് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിനെ നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് വേണ്ടതിന് സ്വീകരിക്കാൻ, വേണ്ടാതിന് ശക്തമായി നമ്മളെ ഇടയിലുള്ള അനാചാരത്തെയും അന്ധവിശ്വാസത്തെയാണ് ആദ്യം നമ്മൾ ഇല്ലാണ്ടാക്കേണ്ടത്. അതിന് നമ്മൾ പഠിച്ചേ പറ്റൂ. അതിന് പഠിക്കുക തന്നെ വേണം. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. 3 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്, സോറി. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കൂടുതൽ വിഷയമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. സന്തോഷം. വളരെ സന്തോഷം ശ്രീനാഥ്ജി. എല്ലാവർക്കും വളരെ ലളിതമായി സാധാരണക്കാർക്ക് ലളിതമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് അങ്ങയുടെ പ്രഭാഷണം നടന്നത്. വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ ഈ 10 ക്ലാസ്സുകളിലായി സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഇവിടെ പങ്കെടുക്കുന്ന പലരും അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഹിന്ദുക്കളുടെ ഇടയിൽ. അവിശ്വാസമായിരിക്കാം, അതിന് പല കാരണങ്ങളുണ്ടാവാം. ഭക്തിയാവാം, മറ്റു പല കാരണങ്ങൾ. കാരണം എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു ഇന്ന് ഹൈന്ദവ സമൂഹവും എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പല കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പൊതുവെ പറയേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഇതുപോലെയുള്ള പരിപാടികൾ തീർച്ചയായും നമ്മുടെ ആളുകളിലേക്ക് എത്തിക്കുന്നതാണ്. എന്തായാലും ഇന്നിവിടെ 2 മിനിറ്റും കൂടി അങ്ങ് സമയം അനുവദിക്കണം. ഇന്നിവിടെ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സംശയം എന്തെങ്കിലും ചോദിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ കാണുക. ദയവായി ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരിക, പെട്ടെന്ന് തന്നെ. സമയത്തിന്റെ ഇതുണ്ട്. ജയശങ്കര വാമനേട്ടൻ പറഞ്ഞു. യഥാർത്ഥം പറഞ്ഞാലേ, നമ്മള് പല പ്രോഗ്രാമും സംഘടിപ്പിക്കുമ്പോൾ അവര് പല മുൻവിധികളോടും വന്ന് ചേർന്ന് നമ്മുടെ മതാചാര്യന്മാർ പലപ്പോഴും അവരുടെ മനസ്സിലുള്ള കുറെ കാര്യങ്ങളിൽ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ, പക്ഷെ നമ്മൾ രാമായണ മാസം അല്ലെങ്കിൽ പറഞ്ഞ പോലെ പല നടത്തുമ്പോഴും അതിന് താത്വികമായ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കാറില്ല. 2 കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം നമ്മൾ പലപ്പോഴും പല വായനകളും അദ്ദേഹം പറഞ്ഞ പോലെ ഇവിടെ പല പുണ്യയാത്രകൾ നടത്തുമ്പോൾ എനിക്ക് എന്നെ വളരെ അഫക്റ്റ് ചെയ്ത അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ സമയമില്ലാത്ത ചുരുക്കി പറയാണ്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് അരവിന്ദ ഘോഷിന്റെ കാര്യമാണ് ഓർമ്മ വന്നത്. ചെറുപ്പകാലത്ത് അരവിന്ദോ ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിലൂടെ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഞാൻ വായിച്ചുള്ള ഗന്ധകം അരച്ച് കൈ പൊള്ളിയ മനുഷ്യനാണ്. അപ്പം ജയിലിൽ കിടന്നിട്ട് അരവിന്ദ ഘോഷായിട്ട് മാറിയത്. അങ്ങനെ വിപ്ലവത്തിന് തീജ്വാലയിൽ നിന്ന് അദ്ദേഹം ആത്മീയതയോടെ അടിത്തട്ടിലേക്ക് പോയിട്ട് നമുക്ക് ഒരുപാട് അനുഭവങ്ങളും അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന് ചുറ്റും പ്രഭാവല ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതൊരു ഈ ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച മരിച്ച ഒരാളുണ്ട്. ട്രിവാൻഡ്രത്തുള്ള ഒരു നാരായണൻ, ചേക്കും ചിലർക്ക് അറിയാമായിരുന്നു, നാരായണൻ നമ്പൂതിരി. ഞാൻ 1977 SLC ട്രിവാൻഡ്രത്ത് ചെല്ലുമ്പോൾ പുള്ളി ഒരു പാർട്ടിയുടെ വലിയ വിപ്ലവ പാർട്ടിയുടെ ഒരു ഭണ്ഡാരം കുളിക്കൊണ്ട്, ആ പേര് ഞാൻ പറയുന്നില്ല, ഒരു വലിയ വിപ്ലവ പാർട്ടിയാണ്, കൊമ്പി വന്നു. അപ്പൊ എനിക്കറിയാൻ. പക്ഷെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞ ഒരു 10-40 വർഷം വലിയ പ്രവർത്തനം ചെയ്തു. വേദ പണ്ഡിതനാണ്, ഒരുപാട് വേദം. പിന്നെ ചേട്ടാ, ഞാനത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ചേട്ടൻ അദ്ദേഹം പറഞ്ഞവരാണ്, ഭയങ്കര ഇന്റലക്ച്വൽ പേഴ്സൺ. ഭയങ്കര ഒരുപാട് ഒരു കാര്യത്തെക്കുറിച്ച് പിന്നെ അവഗാഢമായിട്ട് പഠിക്കാനൊക്കെ ഇറങ്ങിച്ചെല്ലിയ മനുഷ്യനാണ്. പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇതിനകത്ത് ഒരുപാട് സത്യമുണ്ടെന്നും ഇതൊക്കെ ഈ പ്രപഞ്ചവുമായും ഭൂമിയുമായിട്ടും ലോകമായിട്ടും ജന്മമായിട്ടും മനുഷ്യരുമായിട്ട് മറ്റേ പുള്ളി നേരത്തെ പറയാൻ അറിയാമോ, നമ്മുടെ ഹിന്ദു മതത്തിലുള്ള വേദത്തിലുള്ള മനുഷ്യരായിട്ട് ബന്ധമുണ്ടോ? ഇതൊക്കെ മനുഷ്യരെ സൂചിപ്പിക്കാനുള്ളതാണോ? ഇതൊക്കെ വെറും ഒരാളെ പറ്റിക്കാനുള്ള എന്ന് മാറിയിട്ട് ഇതിന് ആത്മീയവശങ്ങളിൽ ഇറങ്ങി വരും. ഞാൻ അതിന് നിരപ്പിക്കുക. അദ്ദേഹം പറഞ്ഞ ഈ 2 കാര്യപ്പോൾ അദ്ദേഹം അന്തരിച്ച നാരായണ നമ്പൂതിരി ചിലർക്ക് അറിയായിരിക്കും, വലിയ പ്രവർത്തനമായിട്ട്. പക്ഷെ പിന്നീട് അദ്ദേഹം ഒരുപാട് വേദങ്ങൾ പഠിച്ച് യാഗത്തിനൊക്കെ പോയിരുന്നു. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ പിന്നെ വേറെ വലിയൊരു കാര്യം കിട്ടിയ ഒരു ഡയലോഗാണ്, നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്, വിവേകാനന്ദ സ്വാമിയെ കുറിച്ച്. ഞാൻ പലപ്പോഴും അഹങ്കരിക്കാറുണ്ട്, ഒരുപാട് ഞാൻ വായിക്കാറുണ്ട്, അത് വായിച്ചു ഇത് വായിച്ചു 10-20 വർഷമായിട്ട് ഒരുപാട് യജ്ഞങ്ങൾ കേൾക്കാൻ പോകുന്നു എന്നൊക്കെ. പക്ഷെ ഇന്നത്തേലേക്ക് കിട്ടിയ ഒരു വലിയൊരു ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ട് 10 എണ്ണം പറയാതെ മോശമായി അഹങ്കാരായിട്ട് ഒരുപാട് പേരെ പ്രഭാഷണം കിട്ടി. ഇന്ന് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാതെ ഹർട്ട് ചെയ്തു. എന്താ പറയുക, വിവേകാനന്ദ സ്വാമി പറഞ്ഞത്, ഞാനും പറയുന്നത് ഭാരതം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ചിന്തിപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ആ വലിപ്പം, അദ്ദേഹം പറഞ്ഞ മഹത്വം, അദ്ദേഹം പറഞ്ഞതിൻ്റെ ചിന്ത എന്നെ വല്ലാതെ എന്താ പറയണേ മനസ്സിലാക്കിച്ചത്.
ഇവിടെ കിടന്ന് എന്തുകൊണ്ടാണ് അദ്ദേഹം കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞത് അദ്ദേഹം ഒരു വാക്കേ പറഞ്ഞുള്ളൂ. പക്ഷെ അത് വല്ലാതെ മനസ്സിൽ കൊണ്ട് ഞാൻ പറയാൻ പറ്റുന്ന പറയാൻ വന്നത് ഇനിയും ദയവ് ചെയ്ത് അത് അങ്ങ് ഇനിയും സമയം കിട്ടി ഞങ്ങൾക്ക് വരണം. ഈ ലളിതാ സഹസ്രനാമത്തിന്റെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഓരോ കാര്യങ്ങളും പിന്നെ തത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ ഒരു അദ്ദേഹം അറിയാം വിശ്വാസം നമ്പൂരി സാറ് ഇതേ പറഞ്ഞ പോലെയാണ്. പലപ്പോഴും പറയുമ്പോൾ രാമായണത്തിൽ പറയുമ്പോൾ കഥകളല്ല അദ്ദേഹത്തിന് പ്രാധാന്യം, പിന്നെ തത്വത്തിൽ പറയാനും നമ്മുടെ മതത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളെ അനാചാരങ്ങളൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം പറഞ്ഞു തരാൻ ശ്രമിക്കാനും വിശ്വാസം നമ്പൂരി സാറ് അദ്ദേഹം അറിയാമായിരിക്കും കൂട്ടത്തില്ല. ഇതേപോലെയുള്ള മഹാന്മാരൊക്കെയാണ് ഞങ്ങളുടെ ഭാഗ്യം. ഈ ആദിശങ്കരായി നമ്മുടെ ഈ പ്രോഗ്രാം വിളിച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞതിന് നമ്മളെല്ലാവരും നമ്മുടെ എല്ലാ സംഘാടകരോടും നന്ദിയും എൻ്റെ സ്നേഹവും എൻ്റെ പ്രാർത്ഥനയെ അറിയിക്കുക. അതുപോലെ അദ്ദേഹത്തോട് ഒരു പ്രാർത്ഥനയുള്ളൂ, ഒരു പ്രാർത്ഥന അദ്ദേഹത്തുള്ളൂ. പലപ്പോഴും ഒന്നും ഞങ്ങൾക്ക് ഇതുപോലെ എനിക്കിതുപോലെ എന്തെങ്കിലും ഒരു സബ്ജക്ട്, ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞ ലളിതാ സഹസ്രം അല്ലെങ്കിൽ വേണ്ട വിവേകാനന്ദ സ്വാമിജി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്കറിയാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ കേൾക്കണം വളരെ താല്പര്യം. പലപ്പോഴും ഇത് പലപ്പോഴും ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ശ്രമിക്കാറുണ്ട്. പക്ഷെ വളരെ സിമ്പിളായി വളരെ മനോഹരമായി ഈ സമയത്തിനകത്ത് എനിക്കൊരു 10 പുസ്തകം വായിച്ച അറിവാണ് കിട്ടിയത്, ഒരു ഭക്തിയിലൂടെ തന്നെ. അപ്പൊ എളുപ്പം ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുവെപ്പാണ് ഞാൻ ഒന്നിട്ട് കാര്യങ്ങൾ പറയുന്നത്. വളരെ സന്തോഷം. അങ്ങേക്ക് തീർച്ചയായിട്ടും അങ്ങേലിപ്പുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ പ്രത്യാശ, അങ്ങനെയുള്ള ആൾക്കാരാണ് ഞങ്ങളുടെ ആഗ്രഹം. അങ്ങനെയുള്ള ആൾക്കാർ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ നിയന്ത്രിക്കാറുണ്ട്, ഞങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. പലപ്പോഴും ഞങ്ങളെ പല പുസ്തകങ്ങളൊക്കെ വായിച്ച് അന്യോന്യം പറയാറൊക്കെയുണ്ട്. പക്ഷെ പലപ്പോഴും ഞങ്ങൾക്കൊരു തത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്താനുള്ള അവസരങ്ങൾ കിട്ടാറില്ല. പക്ഷെ അങ്ങ് തന്ന ഈ അവസരത്തിന് ഞങ്ങൾക്ക് അനേകോടി പ്രണാമം. തീർച്ചയായിട്ടും അങ്ങ് ഇനിയും വരണം. ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം, വളരെ അഭിമാനം തോന്നുന്നു. അതുപോലെ ആദിശങ്കര ഇന്റർനാഷണൽ എന്ന് പറയുന്ന സംഘടന അങ്ങ് പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളിൽ പല ലക്ഷ്യങ്ങളിൽ ഞാൻ നിറവേറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്ക് അങ്ങേപ്പുള്ള മഹാന്മാരുടെ വാക്കുകൾ നമ്മളെപ്പോഴും പറയുന്നത് ഭദ്രം കർണേ പിട്ടുണിയാമദേവ ഭദ്രം പക്ഷിമാക്ഷപ്രജ എത്ര ദിവസവും പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഇന്നെന്താ സത്യം പറഞ്ഞത് കേൾക്കേണ്ടെന്ന് വിചാരിച്ചു. എന്താ അറിയോ, നാളെ ഏകാദശി അല്ലേ, ഏകാദശി അല്ലേ. അപ്പൊ നാരായണ ചോദിച്ചു അങ്ങനെ ഭക്തി എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് കേട്ടേക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ സത്യം. പലപ്പോഴും കയറാൻ ശ്രമിക്കാൻ പറ്റാ പല പൂജ അതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് എനിക്ക് കയറണം തോന്നി. എന്തോ അത് ഗുരുവിന്റെ അനുഗ്രഹമായിരിക്കാം. അങ്ങയുടെ അനുഗ്രഹവും അങ്ങയുടെ വാക്കുകളും എപ്പോഴും ഞങ്ങൾക്ക് പ്രചോദനമാകുന്നു. ഒരുപാട് അങ്ങയുടെ പാതാരന്ധങ്ങളിൽ പ്രണാമർപ്പിക്കുന്നു. ജയശങ്കര ജയശങ്കര. വളരെ സന്തോഷം വാമനേട്ടാ അങ്ങയുടെ വാക്കുകൾക്ക്. നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ഒരു കാര്യം കൂടെ ഒന്ന് സൂചിപ്പിച്ച ശേഷം നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അതായത് നമ്മൾ പറയാറുള്ളത് പോലെ നദികളിലൊക്കെ സംഗമിക്കുന്നത് സമുദ്രത്തിലാണ് എന്ന് പറഞ്ഞ പോലെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ പല സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ശ്രീ ശാന്താനന്ദ ഋഷിജ്ഞാന സാധനാലയ പത്തനംതിട്ട, അതേപോലെ സമ്പോധ് ഫൗണ്ടേഷൻ കൊല്ലം, അതേപോലെ മോഹൻജി ഫൗണ്ടേഷൻ, അതുപോലെ അമ്മു കെയർ, ഇവരുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് സഹകരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ മെമ്പറായിട്ടുള്ള ഡോക്ടർ സരിത അയ്യർ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. പാലക്കാട്ടുള്ള ഒരു സന്ദീപിനി സാധനാലയം പാലക്കാട്, അതിലെ ശ്രീ ശ്യാംജി, അവിടുത്തെ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പൂജാരി കൂടിയാണ് ശ്രീ അഞ്ചുമൂർത്തി ടെമ്പിൾ, പാലക്കാട് പൂടൂരാണ്, ആനിക്കോട്. അദ്ദേഹം ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. എന്താണെന്ന് വിളിച്ചത് ഇതിന്റെ കാര്യം പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഗൃഹേ ആചാര്യ ദർശനം, അതായത് ആദിശങ്കരന്റെ വിഗ്രഹം എല്ലാവരുടെ വീട്ടിലേക്കും. നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് പല സംഘടനകൾ, അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നദികളെല്ലാം സമുദ്രത്തിൽ ലയിക്കുന്നു എന്ന് പറയുന്ന പോലെ എല്ലാ സംഘടനകളും പല സംഘടനകൾ ഉണ്ടെങ്കിലും എല്ലാവരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ്, സനാതന ധർമ്മ ലോകമെമ്പാടും പ്രചരിപ്പിക്കുക. അതിന്റെ ഇത് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഈ ശ്രീ ശ്യാംജി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കുവാനായിട്ട് അവസരം കൊടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീ ശ്യാംജി, അങ്ങേക്ക് സ്വാഗതം. സമയത്തിന്റെ പരിമിതിയുണ്ട്. അങ്ങയുടെ ആശ്രമത്തെ കൺസെപ്റ്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുവോ? നമസ്കാരം, എൻ്റെ പേര് ശ്യാം എന്നാണ്. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഇവിടെ സാന്ദീപിനി സാധനാലയം എന്നുള്ള പേരിൽ 26 കുട്ടികൾ യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും പഠിച്ചു വരുന്നു. 2008 വരെ ഇടിഞ്ഞു മുളിഞ്ഞു നടന്ന ക്ഷേത്രം ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ്, സംപൂജ്യ സ്വാമി നിത്യാനന്ദ സരസ്വതി തുടങ്ങി സമ്പോധ് ഫൗണ്ടേഷന്റെ HS സ്വാമി ബോധാനന്ദ സരസ്വതി അവർക്ക് വന്നിട്ടാണ് ഈ ക്ഷേത്രം ഓരോ വർഷത്തിലും ഓരോ പ്രവർത്തനങ്ങൾ നടത്തി. ഇപ്പോൾ കഴിഞ്ഞ മെയ് മാസം 3-ാം തീയതി, അതായത് ശങ്കര ജയന്തിയുടെ പിറ്റേ ദിവസം മുതൽ ഒരു യജ്ഞം കൂടി നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം
ഇപ്പം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരള ഗവർണർ ബഹുമാനപ്പെട്ട വിശ്വനാഥ അർലേക്കർജി തുടങ്ങി അദ്ദേഹത്തിന് കൈമാറിക്കൊണ്ട് ആദിശങ്കര വിഗ്രഹം ഹരഹര ശങ്കര, ജയ ജയ ശങ്കര, ഗർഗർ ശങ്കര എന്നുള്ള ആശയവുമായിട്ട് ശങ്കരാചാര്യരുടെ വിഗ്രഹം എല്ലാ വീടുകളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു മഹാപ്രയത്നമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് 1,00,000 കുടുംബങ്ങളിലേക്ക് എത്തിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ശങ്കരാചാര്യരുടെ, ഇപ്പോൾ ശ്രീനാഥ്ജി പറഞ്ഞതുപോലെ ശങ്കരാചാര്യരുടെ കൃതികളും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലും വരുന്ന തലമുറയ്ക്കും പഠിപ്പിക്കുക എന്നുള്ള ആശയവും കൂടി വെച്ചുകൊണ്ട് ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ പുഷ്പാഞ്ജലി സ്വാമികൾക്ക് കഴിഞ്ഞ ധർമ്മ സന്ദേശ യാത്രയുടെ ഭാഗമായിട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ പുഷ്പാഞ്ജലി സ്വാമികളുടെ അടുത്ത് എത്തി. അങ്ങനെ സരിതാജി അവിടെ ചെന്നപ്പോൾ വിഗ്രഹം കണ്ടു, എന്നെ വിളിച്ചു, അവിടെ എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ നമുക്ക് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിലെ ജ്യോതിഷേട്ടൻ ഇന്ന് ആണ് വിളിച്ചത്. അങ്ങനെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിഗ്രഹ രൂപത്തിൽ അത് മാർബിളിൻ്റെയും മറ്റ് പൗഡറെല്ലാം ചേർത്തുകൊണ്ടാണ് ഇത് വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ശങ്കരാചാര്യ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം വരുന്ന വർഷങ്ങൾ അടുത്ത ശങ്കര ജയന്തി ആകുമ്പോഴേക്കും 1,00,000 കുടുംബങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആശയത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കുക. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സമുദ്രത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെല്ലാം കൃത്യമായി എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷം ശ്യാംജി. തീർച്ചയായിട്ടും ഞങ്ങളുടെ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ എല്ലാ സഹകരണവും ഈ ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു. നമുക്ക് തീർച്ചയായും വീണ്ടും സംസാരിക്കാം. ഇതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം തന്നെ വീഡിയോ ഓണല്ലോ കേട്ടോ. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സായാഹ്നത്തില് ഒട്ടേറെ നല്ല കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ശ്രീനാഥ് കാരയാട്ട് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇപ്പൊ നമുക്കിപ്പോ ഒരു വിഷമം വന്നാല് അല്ലെ ആഗ്രഹങ്ങൾ വന്നാല് അപ്പോൾ നമ്മൾ ഈശ്വരനെ ഓർമ്മിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് ആണ് പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാലും ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളായിരുന്ന സമയത്ത് താൻ പാതി ദൈവം പാതി എന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അതായത് നമ്മളും പ്രയത്നിക്കണം, അതോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതി ഉണ്ടായിരുന്നു. ഇന്നിപ്പോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് മാത്രം എന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിന് മാറ്റം വരണമെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ കുട്ടികളുടെ പ്രായം മുതൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ളൊരു എന്താ പറയുക ഒരു പ്രേരണ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതുപോലെ തന്നെ ഈ ആദിശങ്കര ആ വിഗ്രഹത്തെ കുറിച്ച് കേട്ടു. അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. നമ്മളെ ഈ സനാതന ധർമ്മത്തെ കുറിച്ചൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു വിഗ്രഹം, ആ ഒരു തേജസ് നമ്മുടെ ഉണ്ടാവുക എന്നത് വളരെ നല്ല കാര്യമായി തോന്നുന്നു. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി തന്നെ കാണുന്നു എന്ന് അദ്ദേഹത്തെയും ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ പ്രഭാഷകനായിരുന്ന ഡോക്ടർ ശ്രീനാഥ് കാരയാട്ട്. അദ്ദേഹം നന്മണ്ടയാണെന്ന് പറഞ്ഞു, ഞാൻ കോഴിക്കോടാണ്. തീർച്ചയായിട്ടും ഇടയ്ക്ക് എപ്പോഴെങ്കിലും വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയശങ്കര. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പരിപാടി കൺക്ലൂഡ് ചെയ്യുന്നതിനായി പങ്കെടുത്ത ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടനും അതേപോലെ തന്നെ ജ്യോതിഷാമി, ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞു. സുഹൃത്തുക്കൾക്കും ആരാണ് പറഞ്ഞോളൂ. ഞാൻ അഭിലാഷാണ്. നമസ്കാരം ശ്രീനാഥ് സാബി. ഞാൻ അഭിലാഷ് ഒമാനി എന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലൂടെയുള്ള ആ ഒരു
ഒരു സ്പീച്ച് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ തുടക്കത്തിൽ പറഞ്ഞപ്പം എല്ലാവർക്കും കൺഫ്യൂഷനായി, ഇത് എവിടെ തുടങ്ങുന്നു, എങ്ങനെ തുടങ്ങുന്നു, എന്താണ് ഉദ്ദേശശുദ്ധി എന്നൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ ഓർത്തതാ, ഒരിക്കലീ പറഞ്ഞ സത്യമൊക്കെ നിന്റെ ദൃഷ്ടിയിൽ ശരിക്ക് വന്ന് തട്ടുമെന്ന് വിശ്വസിക്ക പൂർണ്ണമായി, പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കുമെന്ന് സംഭവിച്ച് കേട്ടുകേഴ്വിയില്ലയോ. തീർച്ചയായിട്ടും അങ്ങ് പറഞ്ഞൊരു ശരിയാണ്. ഒരു വിശ്വാസമല്ല ദൈവത്തിന്റെ അടുക്ക മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, പ്രേമം തന്നെയാണെന്നാണ്. ശങ്കരയിൽ വന്ന ഓരോ പ്രചാരകരും, ഓരോ ടോപ്പ് ജീനിയസ് അങ്ങനെ പോലുള്ളവര് പഠിപ്പിക്കുന്ന ഓരോ പടവുകൾ മീൻസ് ഓരോ ദിവസവും ഓരോ പുതിയ അറിവുകളാണ് തരുന്നത്. ഇത് എങ്ങനെ തുടങ്ങിയാലും വളരെയധികം മനോഹരമായിരുന്നു. തുടക്കത്തിൽ വളരെയധികം സ്പർദ്ധ സൃഷ്ടിച്ചുകൊണ്ടാണ്, ഓഫീസിലായിരുന്നു എങ്കിലും അത് കേൾക്കണമെന്ന് തന്നെ തോന്നി. അതിന്റെ പല രീതിയിലും പറഞ്ഞ് വ്യക്തത കൊണ്ടുവന്നു. ഏറ്റവും അവസാനം എൻഡ് ഓഫ് ദ ടൈമിൽ റിസൾട്ട് തന്നെയെന്ന് പറഞ്ഞാല് വിശ്വാസം വേണം, പ്രേമത്തിലൂടെ വിശ്വസിക്കണം, ആ വിശ്വാസം നിലനിൽപ്പുണ്ടാവും, മറക്കില്ല എന്നുള്ള ഒരു വാക്യം കൂടെ പഠിപ്പിച്ചു. എല്ലാത്തിനും വളരെ നന്ദി. നമസ്കാരം. ജയ്ശങ്കര. വളരെ സന്തോഷം അഭിലാഷി. സമയത്തിന്റെ പരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ സമയം 9:20 ഇന്ന് നമ്മുടെ ഇവിടെ പങ്കെടുത്ത ശിക്ഷാദിക്കും അതുപോലെ മറ്റു സുഹൃത്തുക്കൾക്കും നന്ദി രേഖപ്പെടുത്തുവാനായി, ഔപചാരികമായി നന്ദി രേഖപ്പെടുത്തുവാനായി ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ചാപ്റ്ററിന്റെ കോർഡിനേറ്ററായ സരസ്വതി എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അഭിലാഷ് ജി പറഞ്ഞ പോലെ ആദ്യം ശ്രീനാഥ് ജിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യമായ കാര്യമാണ് അദ്ദേഹം ഇവിടെ ഇന്ന് സൂചിപ്പിച്ചത്. നമ്മളിൽ ഓരോരുത്തർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈശ്വര വിശ്വാസം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, ശരിയാണ്, വളരെ ശരിയായ കാര്യമാണ്. പ്രേമത്തിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല ഒരു മെസ്സേജാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ശരിയാ ക്ഷേത്രത്തിൽ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, ആ ഭഗവാനെ എൻ്റെ കാര്യം സാധിക്കണം, ശരിയാ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അത് യാഥാർത്ഥ്യമായിട്ട്. പക്ഷെ കേൾക്കുന്നവർക്ക് ആദ്യം ഒരു 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 എനിക്കും തോന്നി, അയ്യോ ഇദ്ദേഹം എന്തോ ആണോ പറഞ്ഞു വരുന്നത് എന്ന് തോന്നിയെങ്കിലും അഭിലാഷ് ജി പറഞ്ഞ പോലെ ലാസ്റ്റ് അത് വളരെ നല്ല രീതിയിലുള്ള ഒരു മെസ്സേജാണ് എല്ലാവർക്കും, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ സാധിച്ചത്. ബഹുമാന്യനായ ഡോക്ടർ ശ്രീനാഥ് ജിക്ക് ഞങ്ങളുടെ ഈ ഫൗണ്ടേഷന്റെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ നമ്മുടെ ഈ ഫൗണ്ടേഷൻ ഇത് മുൻപോട്ട് കൊണ്ടുപോകുന്ന അതായത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ജ്യോതിഷ് ജി, സുരേഷ് ജി, ജയകൃഷ്ണൻ ജി, ഇവരെ ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഒരു കഴിവാണ് നമ്മളുടെ ഈ ഒരു പ്രസ്ഥാനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള നമുക്ക് അറിവ് പകർന്നു തരുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമുക്ക് ഓരോരുത്തരും, നിങ്ങൾ ഓരോരുത്തർ വന്ന് പറയുമ്പോഴും ഓരോരോ അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെല്ലാം അറിയാവുന്ന ആൾക്കാരൊന്നും അല്ല, എങ്കിലും ഓരോരുത്തരുടെ പ്രഭാഷണത്തിൽ നിന്നും നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ മാസം ഓരോരോ മെസ്സേജുകൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതിന് വളരെയധികം നന്ദിയുണ്ട്. കൂടാതെ സജനാജി, രാജീവ് ചേട്ടന്, സുരേഷ് ജി, ജയകൃഷ്ണൻ ജി, ഉഷ ചേച്ചിയെ കണ്ടില്ല, പിന്നെ ഇതിനകത്ത് പങ്കെടുത്ത എല്ലാ സജ്ജനങ്ങൾക്കും ഞാൻ ഈ ഫൗണ്ടേഷന്റെ പേരിലും ഞാൻ എൻ്റെ സ്വന്തം പേരിലും ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജയ്ശങ്കര. വളരെ സന്തോഷം സരസ്വതി ചേട്ടത്തി. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ, ജഗദീശന്റെ കാരുണ്യ കടാക്ഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പരിപാടി ഇവിടെ ചെയ്യാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയശങ്കര. ജയശങ്കര. ജയശങ്കര.